ശംസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുന്ന് ഞങ്ങളെ വലിയ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും നയിക്കുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങാണ് യഥാർത്ഥ ജീവനെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങാകുന്ന ജീവനിൽ നിന്ന് പങ്കുപറ്റുന്നവരാണ് ഞങ്ങൾ. അങ്ങയെ കൂടുതൽ ആഴത്തിൽ അറിയുന്നത് വഴി കൂടുതൽ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം അത് പരിശുദ്ധ സഭയുടെ വിശ്വാസമാണ്. തിരുസഭയുടെ വിശ്വാസത്തിലുള്ള ഞങ്ങളുടെ പങ്കാളിത്തമാണ് ഞങ്ങളുടെ വിശ്വാസം. കർത്താവെ, പരിശുദ്ധ സഭ എന്താണ് വിശ്വസിക്കുന്നതെന്നും തിരുസഭ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുന്നതെന്നും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ 2 പ്രധാന നെടുന്തൂണുകളിൽ, പരിശുദ്ധ സഭയുടെ വിശുദ്ധ പാരമ്പര്യവും ദൈവവചനവുമാകുന്ന 2 പാരമ്പര്യങ്ങളിൽ, 2 വചനത്തിൻ്റെ ഉറവിടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നിലൊന്നായ സഭയുടെ എഴുതപ്പെട്ട വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതപ്പെട്ട വചനത്തിൻ്റെ ഉള്ളർത്ഥങ്ങൾ ആഴത്തിൽ അറിയാൻ, അവ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നറിയാൻ അത് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങനെ തിരുവചനം വായിക്കുക മാത്രമല്ല, അത് ഏത് വിധത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞ് വിശ്വസിക്കുന്നവരാകാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിനകത്താണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റിന്റെ ഒരു വിശദീകരണത്തിന്റെ ക്ലാസ്സുകളാണിത്. ദൈവവചനത്തെക്കുറിച്ച് നമ്മളതിൻ്റെ പൊതു തിയോളജി എന്താണ് എന്ന് ദൈവോർബം ഡോക്യുമെന്റ് പഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും ഇച്ചിരി മനസ്സിലാക്കാൻ കുറച്ച് ദുർഗ്രാഹ്യമായ വചനങ്ങളുടെ ഉള്ളുകളിലേക്ക് കടന്നു പോകാൻ നടത്തുന്ന ശ്രമമാണ്. അപ്പം നമ്മൾ അതിന്റെ 2 ഭാഗങ്ങളാണ് പ്രധാനമായി സംസാരിക്കുന്നത്. ഒന്ന്, പ്രധാനമായി ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണത്തെ പശ്ചാത്തലമാക്കിയുള്ള ഉൽപ്പത്തിയുടെ ആദ്യത്തെ 12 അധ്യായങ്ങളെ കുറിച്ച് നമ്മൾ പറയും. പിന്നീട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദുർഗ്രഹമായ വചനങ്ങളെ അടിസ്ഥാനമാക്കിയോ നമ്മൾ തുടർന്ന് സംസാരിക്കും. നമ്മൾ ഇന്ന് ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായം ആണ് നമ്മുടെ പരാമർശന വിഷയം. എന്തുകൊണ്ടാണ് ഇത് കുറച്ച് വികസിച്ച് കുറച്ചധികം സമയം എടുത്തു പോകുന്നതെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് വചനം വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് അത് വായിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. ലിറ്ററൽ ആയിരിക്കണമെന്നില്ല, ചിലത് ചുമ്മാ സിംബോളിക് ആയിരിക്കണമെന്നില്ല. ഏത് വിധത്തിലാണ് ഇതിനെയൊക്കെ സംയോജിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് പൊതുവിലുണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയലൊന്നും എളുപ്പമല്ല, ആർക്കും അത് സാധ്യമല്ല താനും. എന്നാലും ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു വന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഓരോ ദിവസവും ദൈവം ഓരോന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒറ്റ കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ പോകുന്നത്. അത് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതെങ്ങനെ സൃഷ്ടിച്ചു, എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള ഉദ്ദേശം, അതെങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ മണ്ണെടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് അങ്ങനെ സൃഷ്ടിച്ചതാണോ, എന്താണ് അതിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്നത്, ആ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരാമർശ വിഷയം. അതുകൊണ്ട് അതിലേക്ക് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ആദ്യം പറയേണ്ട കാര്യം, ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ഉൽപ്പത്തിയുടെ പ്രത്യേകിച്ച് ആദ്യ ഭാഗങ്ങൾക്ക് 4 ഉറവിടങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രീസ്ലി, യാവിസ്റ്റിക്, എലോയിസ്റ്റിക്, ഡ്യൂട്രോണമിസ്റ്റിക് എന്ന 4 സോഴ്സുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സ്ലോ ആയിട്ട് പറഞ്ഞോളാം. അപ്പം അത് അങ്ങനെ 4 പാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യങ്ങളെ സംയോജിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്തുള്ളത്. അപ്പം നമ്മളിപ്പോൾ നമ്മളിനി കേൾക്കാൻ പോകുന്ന, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മനുഷ്യ സൃഷ്ടിയുടെ പൊതുവിലും മനുഷ്യ സൃഷ്ടിയുടെ വിവരണവും പ്രധാനമായി ഒരു പ്രീസ്റ്റ്ലി സോഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൗരോഹിത്യ സ്വഭാവമുള്ള, പൗരോഹിത്യ കേന്ദ്രീകൃതമായി വികസിച്ചു വന്ന പാരമ്പര്യത്തിന്റെ വിവരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രത്യേകതകൾ അതിനകത്ത് കാണുകയും ചെയ്യും. ഞാനത് അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യും.
നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് 21-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം മുതൽ ഉള്ള ഭാഗമാണ്. ഇവിടെ ഇനി നമ്മൾ രണ്ട് തരത്തിലുള്ള സൃഷ്ടി വിവരണങ്ങൾ കാണും, അഥവാ രണ്ട് സൃഷ്ടി വിവരണങ്ങൾ കാണും. ദൈവം മനുഷ്യനെ അങ്ങനെ അങ്ങ് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു സൃഷ്ടി വിവരണവും, രണ്ടാമത്തേത് ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വേറൊരു സൃഷ്ടി വിവരണം നമ്മൾ കാണും. ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനം മുതൽ ആദ്യത്തെ സൃഷ്ടി വിവരണവും, രണ്ടാമത്തെ അധ്യായത്തിനകത്ത് കൃത്യമായി പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ആദ്യം മുതൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ പോലും രണ്ടാമത്തെ അധ്യായം ഒരു 5-ാമത്തെ തിരുവചനം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിവരണവും നമ്മൾ കാണും. അപ്പൊ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കുകയും ചെയ്യാം, അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് പറയുകയും ചെയ്യാം. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം വീണ്ടും അരുൾ ചെയ്തു. അങ്ങനെ പറയാൻ കാരണം എന്താ? ഓരോ ദിവസവും ദൈവം ഓരോ കാര്യങ്ങൾ അരുൾ ചെയ്യുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അത്. അപ്പൊ എന്നതുപോലെ ദൈവം വീണ്ടും അരുൾ ചെയ്തു. അപ്പൊ നമുക്ക് കൗതുകമാണ്, എന്തിനെ കുറിച്ചാണ് ദൈവം പിന്നെ ഇനി അരുൾ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ദൈവം പറയുകയാണ്, നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് എന്നാണ്. അത് വെറുതെ ഒരു പൂജക ബഹുവചനമല്ല. രാജാക്കന്മാരൊക്കെ നാം എന്ന് പറയില്ലേ, ഞാൻ എന്ന് പറഞ്ഞാൽ പോരെ, നാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് ചോദിക്കുന്ന പോലത്തെ വെറുതെ ഒരു പ്ലൂരൽ അല്ല, അഥവാ പൂജക ബഹുവചനം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഒരു സ്വയം ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബഹുവചനം എന്ന അർത്ഥവുമല്ല അതിന് ശരിക്കും ഉള്ളത്. അത് അങ്ങനെയാണ് പെട്ടെന്ന് കാണപ്പെടുന്നതെങ്കിൽ പോലും അത് ദൈവത്തിന്റെ ആന്തരിക സത്തയെക്കുറിച്ചുള്ള ഒരു സൂചന അതിനകത്തുണ്ട്. നമുക്ക് എന്നാണ് ദൈവം പറയുന്നത്. നമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിയൻ ദൃശ്യമാണ്. നാം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ദൈവം പറയാണ്, നമുക്ക് സൃഷ്ടിക്കാം. ഞാൻ സൃഷ്ടിക്കട്ടെ എന്നല്ല, പകരം നമുക്ക് സൃഷ്ടിക്കാമെന്നാണ്. ഇനി എന്താണ് അങ്ങനെ നമുക്കെന്ന് പറയാൻ കാരണം? അത് ദൈവം ത്രിത്വമാണ്. അവർ ഗാഡ് ഇസ് എ കമ്മ്യൂണിറ്റേറിയൻ ഗാഡ് എന്നതിലേക്കുള്ള സൂചനയാണ്. പഴയ നിയമത്തിന്റെ തന്നെ സൂചനയാണ്. പുതിയ നിയമത്തിൽ അത് പൂർണ്ണമായും വെളിപ്പെടും. എന്നാൽ പഴയ നിയമത്തിൽ പ്രതീകാത്മകമായി സൂചിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമുക്ക് എന്ന പരാമർശം. എന്നിട്ട് ദൈവം പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. എങ്ങനെ? നമ്മുടെ ഛായയിൽ. അങ്ങനെ പറയുമ്പോൾ തന്നെ എന്തായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരാൻ പോകുന്നത്? നമ്മുടെ ഛായയിൽ നിന്നാണ്. എന്റെ ഛായയിൽ നിന്നല്ല, നിങ്ങളുടെ ഛായയിൽ നിന്നല്ല, പകരം നമ്മുടെ ഛായയിൽ നിന്നാണ്. രണ്ട് വാക്കുകളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ കാര്യത്തോട്ട് വരാം. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും, രണ്ട് വാക്കുകൾ, ഛായ, സാദൃശ്യം. ഇതെന്താണിത്? പലപ്പോഴും ഇതിനെ ഇങ്ങനെ വേർതിരിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും രണ്ടും സൂചിപ്പിക്കുന്ന ഏതാണ്ട് സമാനമായ അർത്ഥങ്ങൾ തന്നെയാണ്. എന്താണ് ഛായ എന്ന് പറഞ്ഞാൽ? ഛായ അല്ലെങ്കിൽ ഛായ, ഇത് രണ്ടിന്റെ സമാന അർത്ഥം എന്താണെന്ന് പറയാം. സമാന അർത്ഥം ഏതാണ്ട് ദൈവത്തെ പോലെ തന്നെ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്നാണ്. ദൈവം എങ്ങനെയായിരിക്കുന്നോ ഏതാണ്ടതുപോലെ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്നാണ് ഈ ഛായയിലും സാദൃശ്യത്തിലും എന്നതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ദൈവം ഇങ്ങനെ അരുൾ ചെയ്യുകയാണ്, ഏതാണ്ട് നമ്മെപ്പോലെ നമുക്ക് സൃഷ്ടിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? ഷെയ്പ്പ് എന്നതിനേക്കാളും അതിന്റെ ഉള്ളർത്ഥം ദൈവത്തിലുള്ള നന്മകൾ കലർത്തി നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ്. ദൈവത്തിനുള്ള നന്മകളും ദൈവത്തിനുള്ള പ്രത്യേകതകളും ഉൾച്ചേർത്തുകൊണ്ട് നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് ദൈവം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൃഷ്ടി നടത്തുകയല്ല, തന്റെ പങ്ക്, തന്റെ ഉള്ളിനെയും തന്റെ നന്മകളെയും പങ്കുവെച്ചുകൊണ്ട് സൃഷ്ടി നടത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം തന്റെ നന്മകളെ, തന്റെ പ്രത്യേകതകളെ പങ്കുവെച്ചുകൊണ്ട് സൃഷ്ടി നടത്തും. എനിക്ക് വേണമെങ്കിൽ ഉദാഹരണത്തിന് ഞാനൊരു എന്താ പറയുക, കളിമൺ കപ്പുണ്ടാക്കുമെന്ന് വിചാരിച്ചു. അതിന് എന്നോട് വലിയ സാദൃശ്യവും സാമ്യമൊന്നുമില്ല. അതുപോലെയായിരുന്നു ദൈവം മറ്റ് വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചപ്പോൾ. അതായത് 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറഞ്ഞ ഭൂമി, പ്രപഞ്ചം, സൃഷ്ടിജാലങ്ങൾ, അവയൊക്കെ സൃഷ്ടിച്ചപ്പോൾ അവയൊക്കെ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷെ അവയ്ക്കൊന്നും നിയതമായ അർത്ഥത്തിൽ ദൈവത്തിന്റെ ഛായാസാദൃശ്യങ്ങളില്ല. ഇവിടെയാണ് ദൈവം അതുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നിലുള്ള നന്മകളെ ദൈവം കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഇവിടെയാണ്. ഇനി എന്താണ് തന്നിലുള്ള ഈ നന്മകൾ എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ തന്നിലുള്ളതിനെയൊക്കെ കൂട്ടിച്ചേർത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഇങ്ങനെ എടുത്തു പറയാം. ദൈവം പരിപൂർണ വിശുദ്ധിയാണ്, ദൈവം പരിശുദ്ധിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് വിശുദ്ധി നൽകി, അവന് വിശുദ്ധിയിലേക്കുള്ള വിളി നൽകി, വിശുദ്ധിയുടെ ആത്യന്തിക ഭാവം നൽകി. അത് എങ്ങനെ നമുക്കത് അറിയാൻ പറ്റും? അതുകൊണ്ടാണ് ആ വിശുദ്ധിയാണ് അവര് പാപം ചെയ്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്.
ഇനി അത് വീണ്ടെടുക്കുന്ന ശുദ്ധീകരണ പ്രവൃത്തിയാണ് മാമോദിസ, അല്ലെങ്കിൽ ഈശോയുടെ കുരിശുമരണ സംസ്കാര ഉദ്ധാനങ്ങൾ, അവയുടെ ഫലങ്ങൾ നൽകുന്ന കൂദാശയാണ് മാമോദിസ, അല്ലെങ്കിൽ ഈശോയുടെ മരണവും സംസ്കാര ഉദ്ധാനവുമാണ് മാമോദിസയിൽ പ്രതിഫലിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം അവനെ വീണ്ടും വിശുദ്ധീകരിക്കുന്നു. അവന് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ദൈവം അവന് വീണ്ടും കൊടുത്തുകൊണ്ട് അവനെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവന് ഓൾറെഡി വിശുദ്ധീകരിക്കപ്പെട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. എന്ന് വെച്ചാൽ ദൈവം തന്റെ വിശുദ്ധിയിൽ മനുഷ്യനെ പങ്കുചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ ദൈവം പരിപൂർണ സ്നേഹമാണ്. ദൈവം പൂർണ്ണ സ്നേഹമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ദൈവം സ്നേഹം നൽകി. സ്നേഹം കൊടുത്താണ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള കഴിവ് കൊടുത്താണ്. തന്നെയും ദൈവത്തെയും സഹോദരങ്ങളെ സ്നേഹിക്കാനും അതിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാനുമുള്ള കഴിവ് നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം പൂർണ്ണ നന്മയാണ്. നന്മയും നന്മ ചെയ്യാനുള്ള കഴിവും ദൈവം അവന് കൊടുത്തു. ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പറിക്കുന്നൊക്കെ പറയുന്നതിനകത്ത് ദൈവം ഈ നന്മ അവന് കൊടുത്തതാണെന്നുള്ള സൂചനകളാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ നന്മയിൽ അവനെ പങ്കുകാരനാക്കി. അങ്ങേയറ്റം ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ദൈവം അവന് സ്വാതന്ത്ര്യം നൽകി. അവന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നല്ല, ദൈവം അവനെയും സ്വാതന്ത്ര്യമുള്ളവനായി സൃഷ്ടിച്ചു. നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ സൃഷ്ടിച്ചു. എന്നിങ്ങനെ ദൈവത്തിലുള്ള വലിയ നന്മകൾ ദൈവം അവനുമായും പങ്കുവെച്ചു. ദൈവത്തിന്റെ വലിയ നന്മകൾ പങ്കുവെക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. മൃഗങ്ങൾ അങ്ങനെയല്ല, ചെടികളും അങ്ങനെയല്ല. ഈ ഭൂമിയിലെ സസ്യലതാദികളും മൃഗങ്ങളും പക്ഷിമൃഗാദികളും അങ്ങനെയല്ല. എന്നാൽ അവയിലൊക്കെയുള്ള നന്മയായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന് പ്രസരിച്ചതാണ്. പക്ഷെ ദൈവം തന്നിലുള്ളവയുടെ പങ്കാളിയായി മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. ഇനി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് അറിയാമോ? ഞാനിപ്പോ കുറെ എണ്ണം പറഞ്ഞു അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൈവത്തിന്റെ വാക്കിൽ തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിൽ, നമുക്ക് നമ്മുടെ. എന്താണ് സൂചിപ്പിക്കുന്നത്? കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഞാനൊരു ഏകാന്തനായ വ്യക്തിയല്ല, കൂട്ടായ്മയുടെ വ്യക്തിയാണ് ദൈവം. കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവിക വ്യക്തികളാണ് ദൈവം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്ന് പറയുമ്പോൾ തന്നെ ആ കൂട്ടായ്മ ഭാവത്തിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്നാണ് ദൈവം അരുൾ ചെയ്യുന്നത്. ദൈവം അരുൾ ചെയ്യുന്നത് തന്നെ കൂട്ടായ്മയായിരിക്കുന്ന നമുക്ക് കൂട്ടായ്മയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ഏകാന്തനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, മനുഷ്യ വംശത്തെ സൃഷ്ടിക്കുകയും അവന് കൂട്ടായ്മ നൽകുകയും ചെയ്യാം എന്നാണ്. എന്ന് വെച്ചാൽ ആരോടുള്ള കൂട്ടായ്മ? അവർ തമ്മിലുള്ള കൂട്ടായ്മയും അവർക്ക് തന്നോടുള്ള കൂട്ടായ്മയും ദൈവത്തോടുള്ള കൂട്ടായ്മയും പ്രകൃതിയോടുള്ള കൂട്ടായ്മയും നൽകിക്കൊണ്ട് അവനെ സൃഷ്ടിക്കാമെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് അർത്ഥം ദൈവം തനിക്കുള്ള കൂട്ടായ്മയും അതിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മറ്റ് നന്മകളും അവന് നൽകിക്കൊണ്ട് അവയിൽ അവനെ പങ്കുചേർത്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതിനകത്ത് ഇനി ഛായ സാദൃശ്യവും വേർതിരിച്ചെടുത്താൽ ഈ സാദൃശ്യം എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? സാദൃശ്യം എന്നാണ് പറയുന്നത്, ദൈവമായിട്ട് എന്നല്ല. പലപ്പോഴും നമ്മൾ ഈ സാദൃശ്യം ഛായാസാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പം ആളുകൾ അങ്ങനെ അങ്ങ് ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങ് എക്സ്ട്രീമിലേക്ക് പോയിട്ട് നമ്മളും ദൈവമൊക്കെ ഒരുപോലെ എന്ന് കരുതാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിൽ പല പ്രാചീന മതങ്ങളിലും അങ്ങനത്തെ ഒരു വിചാരം ഉണ്ട് താനും. ഉദാഹരണത്തിന് നമ്മുടെ ഭൂമിയിലെ ഭാരത സംസ്കാരത്തിൽ പോലും ദൈവത്തെക്കുറിച്ച് അങ്ങനെ ഒരു വിചാരമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തത്വം അസി എന്നൊക്കെ പറയുന്നത് പോലെ അത് നീ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരുവൻ ദൈവം എവിടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ തന്നെയാണ് ദൈവം. നിന്നിൽ ദൈവം ഉണ്ടെന്നോ വസിക്കുന്നുവെന്നോ നിന്നിൽ ദൈവത്തിന്റെ സ്വഭാവം അടങ്ങിയിരിക്കുന്നു എന്നതിനേക്കാളും നീ തന്നെയാണ് ആ ദൈവം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രാചീന മതങ്ങളൊക്കെ ലോകത്തിലുണ്ട്. എന്നാൽ വിശുദ്ധഗ്രന്ഥം വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, നീ ദൈവമൊന്നുമല്ല, നീ ദൈവത്തോട് സദൃശൻ മാത്രമാണ്. നിനക്ക് ഛായയുണ്ട്, സാദൃശ്യവുമാണുള്ളത്. എന്ന് വെച്ചാൽ ദൈവം വേറെ, നീ വേറെ. ദൈവത്തിന്റെ അസ്തിത്വവും മഹനീയതയും മഹാത്മ്യവും വേറെ, നിന്റേത് വേറെ. നീയും ദൈവവും ഒന്നാണ്, ഒരാളാണെന്ന് വിചാരിക്കരുത്. അഥവാ നീ ദൈവം തന്നെയാണെന്ന് നീ വിചാരിക്കരുത്. നീ ദൈവത്തിന് ഈക്വലന്റ് ആണെന്നും വിചാരിക്കരുത്. പകരം നീ ദൈവത്തോട് സദൃശ്യനാണ്. കാരണം ദൈവത്തിന്റെ ഛായയിൽ നീ സൃഷ്ടിക്കപ്പെട്ടാൽ ആ സാദൃശ്യങ്ങളെല്ലാമാണ് നിനക്കുണ്ടാകുന്നത്. ദൈവം കൂട്ടായ്മയാണ്, കൂട്ടായ്മയുടെ സാദൃശ്യം നിനക്കുണ്ട്. ദൈവം പരിപൂർണ സ്നേഹമാണ്, നിന്നിൽ സ്നേഹമുണ്ട്, ആ സാദൃശ്യം നിന്നിലുണ്ട്. അങ്ങനെ അവയൊക്കെ നിന്നിലും ദൃശ്യമായിരിക്കുന്നു. സമാനമായി ദൃശ്യമാകുന്നതിനാണ് സാദൃശ്യം എന്ന് പറയുന്നത്. സമാനമായി ദൃശ്യമാകുന്നു. ദൈവത്തിലുള്ള പ്രത്യേകതകളിലൊക്കെ അതിന് സമാനമായ വിധത്തിൽ നമ്മളും ദൃശ്യമാകുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പൂർണ്ണതയൊന്നുമല്ല, നമ്മളിതുണ്ട്, എന്നാൽ അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്.
ഇതാണ് അതിന്റെ ആദ്യത്തെ വാചകത്തിന്റെ ഉള്ളർത്ഥം. നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നതിന്റെ ഉള്ളർത്ഥം. ഇനി അത് തന്നെയും ജനറൽ ടേമാണ്, മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്, ഒരാളെ സൃഷ്ടിക്കാമെന്നല്ല, മനുഷ്യവംശത്തെ മുഴുവനും. അപ്പൊ അതുകൊണ്ട് അന്ന് സൃഷ്ടിക്കപ്പെട്ടവരും ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നവരും ഒക്കെ ഇതേ ഛായ സദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നതും കൂടെ അതിനോട് ചേർന്ന് പോകുന്ന അർത്ഥമാണ്. ഇനി അത് കഴിഞ്ഞ് എന്നിട്ടോ ആ സൃഷ്ടിക്കപ്പെടേണ്ട മനുഷ്യന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവണമെന്നാണ് ദൈവം പറയുന്നത്? അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും അവയിൽ എഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന് ആധിപത്യം ഉണ്ടാകണം, ആധിപത്യമുള്ള മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ് ദൈവം പറയുന്നത്. ഒരു കാര്യം ഓർത്ത് നോക്കിക്കേ, ദൈവം രണ്ടാമതൊരു കാര്യം കൂടെ ഷെയർ ചെയ്യുകയാണ്. എന്താണത്? ഈ പ്രപഞ്ചത്തിന്റെ മേൽ മുഴുവനും ആധിപത്യമുള്ളത് ആർക്കാണ്? അതിന്റെ സൃഷ്ടാവായ ദൈവത്തിനാണ്, അല്ലെ? ആ ആധിപത്യം ആരുടെ എല്ലായിട്ട് പങ്കുവയ്ക്കേണ്ട കാര്യം ദൈവത്തിനുണ്ട്. ഉദാഹരണത്തിന് രാജാവ് രാജ്യത്തിന്റെ അധിപനാണ്. ആ ആധിപത്യം രാജാവ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കൂ? സ്വാഭാവികമായി ആഗ്രഹിക്കുകയൊന്നുമില്ല. പിന്നെ ഭരണ സൗകര്യത്തിന് വേണ്ടി വല്ല ഗവർണർമാരെയൊക്കെ നിയമിക്കുന്നു എന്നുള്ള വേറൊരു കാര്യം. പക്ഷെ ആധിപത്യം എപ്പോഴും തന്റെ കയ്യിൽ തന്നെ നിൽക്കാൻ ഏതൊരു രാജാവും ആഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? താൻ സൃഷ്ടിച്ചവയുടെയൊക്കെ മേൽ മനുഷ്യന് ആധിപത്യം ഉണ്ടാകട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി ഇത് ദൈവത്തിന്റെ ഈ വാക്കുകളിൽ മാത്രമല്ല ഉള്ള, സൃഷ്ടിയിൽ പൊതുവിൽ അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ നരേഷന്റെ പശ്ചാത്തലത്തിലൊക്കെ മനുഷ്യ സൃഷ്ടിയെ വിശദീകരിക്കുന്ന ഒരു പദമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചു എന്നാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു ബേസിക് ടേമാണ്. ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ തന്റെ ഛായയിലെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ട് എന്തുള്ളവനായി സൃഷ്ടിച്ചു? ആധിപത്യമുള്ളവനായി സൃഷ്ടിച്ചു. തന്റെ ആധിപത്യത്തിൽ ദൈവം അവനെ പങ്കുചേർത്തു. പ്രകൃതിയുടെ മേൽ മുഴുവനും സൃഷ്ടിയുടെ മേൽ മുഴുവനും ആധിപത്യമുള്ളവൻ, അധിപൻ ദൈവം മാത്രമാണ്. സാധാരണഗതിയിൽ ഒരു സൃഷ്ടാവും ബുദ്ധിപൂർവം ആധിപത്യം സൃഷ്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ദൈവം തന്റെ അനന്ത നന്മയിൽ നിന്ന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ആധിപത്യം കൂടെ അവന് കൊടുക്കുന്നു. എന്നിട്ട് അവനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിക്കുന്നു. ആ ടേമാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. സൃഷ്ടിയുടെ മകുടം എന്ന് പറഞ്ഞാൽ കിരീടം, മകുടമായി സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ ഇതെങ്ങനെയാ മനസ്സിലാക്കാവുന്നത്? ഒരു രാജാവിന്റെ പ്രതിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാജകുമാരിയുടെ പ്രതിമ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. ഒരു രാജകുമാരിയുടെ പ്രതിമ മുഴുവനും ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കിരീടം ചാർത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ പൂർത്തീകരിക്കലാണ്, എന്നോ അതിന്റെയൊക്കെ മകുടമാണ്. അതുകൂടെ വെക്കുമ്പോഴാണ് അത് രാജകുമാരിയായി മാറുന്നത്. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ മകുടം മനുഷ്യനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ ഒന്നാമത്തെ കാരണം ഏറ്റവും അവസാനമാണ് മനുഷ്യ സൃഷ്ടിക്കുന്നത് എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു തോട്ടം അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന നരേഷൻ നോക്കുക. ദൈവം ഒരു തോട്ടം മുഴുവനും സൃഷ്ടിച്ച്, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച്, ഒരു മനോഹരമായ തോട്ടം പോലെ എന്ന സാങ്കല്പിക അല്ലെങ്കിൽ ആലങ്കാരിക അർത്ഥത്തിൽ സൃഷ്ടിച്ചിട്ട് അവിടേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാണ്. അപ്പൊ ഉദ്ദേശം എന്തായിരിക്കും? മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ് മുമ്പ് അതുവരെ നടത്തിയ എല്ലാ സൃഷ്ടികർമ്മത്തിന്റെ ഉദ്ദേശം. നമ്മൾ നോക്കിക്കേ, ഒരു ചേട്ടൻ അവിടെ വീട് പണിയാണ്, ഒരു വലിയ വീട് പണിയാണ്. അപ്പൊ ചേട്ടന്റെ ഭാര്യയും മക്കളും ഒക്കെ എവിടെയെങ്ങാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആലയത്തോട് ചേട്ടൻ വലിയ വീട് പണിയുന്നു. അപ്പോ സ്വാഭാവികമായും നമുക്കറിയാം എന്തിനു വേണ്ടിയായിരിക്കും ആ ചേട്ടൻ ആ വീടെല്ലാം പണിത് ഇത്രയും പണിയെടുത്തോണ്ടിരിക്കുന്നത്? തന്റെ കുടുംബാംഗങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയാ. കുടുംബാംഗങ്ങളില്ലാന്ന് വിചാരിച്ചോ? ആ പണിയുന്നതിന് അർത്ഥമുണ്ടോ? അതിൽ വസിക്കാൻ ആളില്ലെങ്കിൽ അത് പണിയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പോ ആ ബിൽഡിങ്ങിനേക്കാൾ വിലയുള്ളവനാണ് ആളുടെ കുടുംബാംഗങ്ങൾ. അവനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വീട് പണിതുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചത് വിലയുള്ള ഒന്നിനെ അവിടെ കൊണ്ടുവന്ന് വെക്കാനാണ്. ആ കിരീടം എടുത്ത് എവിടെ വെക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പ്രകൃതി മുഴുവനും സൃഷ്ടിച്ചിട്ട് ആ പ്രകൃതിയുടെ മുകളിൽ ഒരു കിരീടം പോലെയാണ് മനുഷ്യനെ വെക്കുന്നത്. അതുകൊണ്ടാണ് ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് മനുഷ്യൻ വിളിക്കപ്പെടുന്നത്. അത് ഉചിതമാണ് താനും. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് എന്ന് വെച്ചാൽ ആ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈ മകുടമില്ലെങ്കിൽ അർത്ഥമില്ലാത്തതായി മാറും. സൃഷ്ടപ്രപഞ്ചം മുഴുവനും മനുഷ്യന്റെ അഭാവത്തിൽ വിലയില്ലാത്തതും പ്രസക്തിയില്ലാത്തതുമായി മാറും. വെറുതെ എങ്ങനെയാ നിലനിന്ന് അവസാനിച്ചു പോകുന്നു. എന്നാൽ അവയ്ക്കൊക്കെ അർത്ഥം കൊടുക്കുന്ന സൃഷ്ടി അത് മനുഷ്യനാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് സകലതും ഒരുക്കിയിട്ട് നമുക്കറിയാം, നമ്മൾ ഫുഡെല്ലാം ഒരുക്കിയിട്ട് ഒരു അതിഥിയെ ടേബിളിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഫുഡെല്ലാം ഒരുക്കി വെച്ചു. എന്നിട്ട് അതിഥിയെ ബഹുമാനത്തോടുകൂടെ
നമ്മൾ ആ ടേബിളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ആ ടേബിളിൽ വന്ന് അതിഥി കൂടി ഇരിക്കുമ്പോഴാണ് ആ ഫുഡ് ഒരുക്കിയ ഫുഡിനൊക്കെ അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. ആരും കഴിക്കാനില്ലാത്ത കുറെ ഭക്ഷണത്തിന് എന്ത് പ്രയോജനം? അതിന് നമ്മൾ എന്തെങ്കിലും ഒരു വിലയുള്ള കാര്യമായിട്ട് കണക്കാക്കുമോ? അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് കാണുന്നവരെല്ലാം ചോദിക്കുകയല്ലേ? വെറുതെ നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി, വലിയ വിരുന്നൊക്കെ ആരാ വരാൻ? അങ്ങനെയൊന്നും ആരും വരും, ചുമ്മാ കഴിക്കുന്നു, നിങ്ങൾ കഴിക്കുന്നത്, നമുക്കൊന്നും വേണ്ട. അങ്ങനെ ആർക്കും വേണ്ടാതെ അവിടെ ഇരിക്കുന്ന ഒരു ഫുഡിന് എന്ത് മീനിങ്ങാ ഉള്ളത്? എന്നതുപോലെ ഈ പ്രപഞ്ചം മനുഷ്യനെ കൂടാതിരുന്നാൽ ഈ ആർക്കും വേണ്ടാതെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം പോലെ ആയിത്തീരും. ഈ പ്രപഞ്ചത്തിന് മീനിങ് ഉണ്ടാകുന്നത്, അർത്ഥമുണ്ടാകുന്നത്, വിലയുണ്ടാകുന്നത് അത് 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 ഭരിക്കേണ്ട, അതിന്റെ ആധിപത്യം സ്വീകരിക്കേണ്ട മനുഷ്യൻ കൂടെ വരുമ്പോഴാണ്. ഇനി ആധിപത്യം എന്ന വാക്ക്, ആധിപത്യം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ഉള്ളർത്ഥം അവൻ സ്റ്റീവാർഡാണ് എന്നതാണ്, അതിന്റെ കാര്യസ്ഥനാണ് എന്നാണ്. അത് തുടർന്നുള്ള സമയത്തൊക്കെ നമ്മൾ വായിക്കുമ്പം നമുക്കത് പിടികിട്ടും. അത് എന്നാ പിന്നെ അതുകൂടെ വായിച്ചിട്ട് പോകാം. അതിങ്ങനെയാണ്. അത് രണ്ടാമത്തെ നരേഷനകത്താണ്. 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ ഏദെൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഈ സൃഷ്ടി കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം, പക്ഷെ ഞാനിപ്പോ അടുത്ത് ആദ്യം വായിച്ചതേ ഉള്ളൂ. ദൈവം മനുഷ്യനെ എന്തിനാണ് അവിടെയാക്കിയത്? കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും. 2 കാര്യങ്ങൾ. ഒന്ന് കൃഷി ചെയ്യുക, 2 സംരക്ഷിക്കുക. എന്താണ് ഈ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം? കൃഷി ചെയ്യുക എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? ചെടി നടുക, വെള്ളം ഒഴിക്കുക, അത് വളരുക, അങ്ങനെയാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളർത്ഥം അതിനെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുക എന്ന് പറയുന്നതാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഭയങ്കരമായി പ്രചരിക്കപ്പെട്ടൊരു വാക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ കൂടുതൽ മൂല്യമുള്ളതും ഫലം പുറപ്പെടുവിക്കുന്നതാക്കാനും വേണ്ടിയുള്ള കടമയാണ് കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത്? ചുമ്മാ മണ്ണ്, കയ്യിൽ കുറച്ച് വിത്ത്, ഇത് രണ്ടും അങ്ങനെ ഇരുന്ന അത്രേ ഉള്ളൂ. പക്ഷെ അവൻ ആ മണ്ണ് കിളയ്ക്കുകയും അവിടെ ഈ വിത്ത് വിതയ്ക്കുകയും നനയ്ക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ധാരാളം ഫലം ഉണ്ടാവും. അതിൽ നിന്ന് വീണ്ടും വിത്തുകളും ഉണ്ടാകും. ആ വിത്തുകൾ വീണ്ടും നടും. അങ്ങനെ ഈ പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവയെ മൾട്ടിപ്ലൈ ചെയ്യാൻ, വർദ്ധിപ്പിക്കാൻ, കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കാൻ ദൈവം അവനെ ഏൽപ്പിച്ചു. അപ്പൊ ദൈവം അതിനെ പൂർണ്ണതയിൽ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ദൈവം പ്രപഞ്ചത്തെ അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ സൃഷ്ടിക്കുകയും എന്നിട്ട് അത് തുടരാൻ മനുഷ്യനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടല്ല. അതറിയാത്തോണ്ടാ പലരും ദൈവം എന്തിനാ അങ്ങനെ കാണിച്ചത്, ദൈവം എന്തിനാ ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ വെച്ചുകൂടായിരുന്നു. ഇപ്പൊ നാളൊരു കൊച്ചനോട് ചോദിച്ചതാ, അച്ഛാ ഈ പലതരം ചെടികളിൽ പലതരം പഴങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ പാടാ, വീട്ടിലുള്ള ഒറ്റ മരത്തെ തന്നെ എല്ലാം ഉണ്ടാവുമായിരുന്നു, എന്ത് രസം ഉണ്ടായിരുന്നു അല്ലെ? മാങ്ങാപ്പഴം പറിക്കുന്നു, ഒരു കമ്പയിൽ നിന്ന് മാങ്ങാപ്പഴം പറിക്കുന്നു, ഒരു കമ്പയിൽ നിന്ന് പറിക്കുന്നു. ദൈവം എന്തിനാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്? എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലായിടത്തും ലഭിക്കുന്നത് പോലെ പോലും അല്ല പ്രപഞ്ചം ഇരിക്കുന്നത്. അപൂർണതകളുണ്ട്. അപൂർണതകളോടുകൂടെ സൃഷ്ടിച്ചിട്ട് ദൈവം താൻ ഇതുവരെ ഇങ്ങനെ സൃഷ്ടിച്ചു വന്നതുപോലെ തുടർന്ന് നിനക്ക് ആധിപത്യം ഉണ്ടല്ലോ, നീയും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് തന്റെ സൃഷ്ടികർമ്മത്തിലും കൂടെ ദൈവം എന്നെ പങ്കാളിയാക്കി. നോക്കിക്കേ, ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ദൈവം സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവായ ദൈവത്തിന്റെ ഛായ അവനുണ്ടാകണമെങ്കിൽ അവനും സൃഷ്ടിക്കണം, വേണ്ടേ? ദൈവം സൃഷ്ടാവായതുകൊണ്ട് ആ സൃഷ്ടാവിന്റെ ഛായ അവനുണ്ടാകാൻ അവനും സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകണം. അത് സ്വീകരിക്കുമ്പോഴാണ് അവനും സൃഷ്ടിച്ചു തുടങ്ങുന്നത്. അവൻ അവനെ തന്നെ സൃഷ്ടിച്ചു തുടങ്ങുന്നു എന്ന് വെച്ചാൽ അവനെ തന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ തുടർ മനുഷ്യരെ സൃഷ്ടിക്കുന്നു. ദൈവം അവനെ പങ്കാളിയാക്കി. പ്രകൃതിയിൽ ചെടികളെ വീണ്ടും സൃഷ്ടിക്കുന്നു, ഫലങ്ങൾ വീണ്ടും സൃഷ്ടിക്കുന്നു. അത് അവൻ പങ്കാളി മാത്രമാണ്, അല്ലാണ്ട് അവനല്ല സൃഷ്ടിക്കുന്നത്, അവൻ എന്റെ പങ്കാളിയാണ്. കാരണം അവൻ കൂടിയില്ലേലും ചെടികളിൽ നിന്ന് വിത്തുണ്ടായിട്ട് അത് വളരും. എന്നാൽ അവൻ ആ വിത്തുകളെ പ്രോപ്പറായിട്ട് നട്ട് കൂടുതൽ ഫലമണിയിക്കാം. അങ്ങനെയാണ് അവന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നോക്കിയേ, കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ കൂടുതൽ മനോഹരവും അർത്ഥപൂർണവും ക്വാളിറ്റി ഉള്ളതുമാക്കി മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ ദൗത്യം എന്താണ്? പ്രപഞ്ചത്തെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുക. ഇത് പറയുമ്പം, കൃഷി എന്ന് പറയുമ്പം ചെടികളെ കുറിച്ച് മാത്രം വിചാരിക്കരുത്. ഒരു വിമാനം നിർമ്മിക്കലും മനുഷ്യൻ ചെയ്യുന്ന നീതമായ അർത്ഥത്തിൽ കൃഷി ചെയ്യലാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ മണ്ണിലെ ഘടകങ്ങളെ പെറുക്കിയെടുത്ത് അതിനകത്ത് ലോഹങ്ങളുണ്ട്, സാങ്കേതിക, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ഈ ഇലക്ട്രോണിക് ബോർഡുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന മിനറൽസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങുന്നവയൊക്കെ കളക്ട് ചെയ്ത് അവയെ രൂപാന്തരപ്പെടുത്തി അവയെ ഉരുക്കിയും കൂട്ടിച്ചേർത്തും ബലപ്പെടുത്തിയും ഒക്കെ അവന്റെ ബുദ്ധി കൂടി ഉപയോഗിച്ച് അവൻ അതിനെ ഡിസൈൻ ചെയ്ത് അതിനെ പാട്ടുകളിലൊക്കെ സംയോജിപ്പിച്ച് അവനൊരു വിമാനത്തെ നിർമ്മിക്കുമ്പം ഈ പ്രപഞ്ചം
ഒരു പടി കൂടെ മനോഹരമാവുകയാണ്, ഒരു പടി കൂടെ ക്വാളിറ്റി ഉള്ളതായി മാറുകയാണ്. അപ്പൊ കൃഷി ചെയ്യാൻ ദൈവം അവനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണ്ണിപ്പണിയെടുക്കാൻ മാത്രമല്ല, അതിനകത്ത് ഇന്റലക്ച്വൽ എക്സസൈസ് ഉൾപ്പെടും, അവന്റെ ബൗദ്ധിക ശേഷിയുടെ വിനിയോഗം ഉൾപ്പെടും, അവന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടും. അങ്ങനെ എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തെ കൂടുതൽ വളർത്താൻ, ഇവിടെയുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഈ ഭൂമിയെ പുനർ സൃഷ്ടിക്കാൻ, തുടർന്ന് സൃഷ്ടിക്കാൻ, അവയെ കൂടുതൽ ക്രമീകരിക്കാൻ നടത്താവുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് കൃഷി ചെയ്യാൻ അവനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നീ അത് കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ മാത്രം പോരാ, നിനക്കതിനകത്ത് ഇടപെടാം, നിനക്കതിനെ കൂട്ടിച്ചേർക്കാം, നിനക്കതിൽ നിന്ന് പുതിയതുണ്ടാക്കാം. ഒരു വിത്തിൽ നിന്ന് അനേകം മണികൾ ഉണ്ടാക്കുന്നത് പോലെ ഈ മണ്ണിലെ ലോഹങ്ങളിൽ നിന്ന് നിനക്ക് ഉപയോഗ വസ്തുക്കളും വാഹനങ്ങളും ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ കൃഷി ചെയ്യാൻ ദൈവം അവനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തന സാധ്യതകളെ ദൈവം ആദരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മരുന്നുണ്ടാക്കാം, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ തന്നെ ഇനിയിപ്പോ ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവൻ എന്തുമാത്രം വലിയ വിഡ്ഢിയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ചില ശാസ്ത്ര താല്പര്യരെന്നോ ശാസ്ത്ര പണ്ഡിതരെന്നോ ഒക്കെ കരുതുന്ന, സ്വയം വിളിക്കുന്ന അനേകം ആളുകൾ ഇന്ന് കേരള സമൂഹത്തിലെ യുവജനങ്ങളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന ആശയങ്ങൾ കേട്ട ഒരു ഇച്ചിരി ബോധമുള്ളവർക്ക് ഭയങ്കര ചിരി വരും, പുച്ഛം തോന്നും, നാണക്കേട് തോന്നും. ദൈവം ഇത്രയുള്ള മനുഷ്യനെന്ന്. തീർത്തും ലോജിക്കില്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള അർത്ഥത്തിലേക്ക് നോക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു മുട്ടായുക്തിയൊക്കെ ഉപയോഗിച്ച് അങ്ങ് പറയുക. അതിനകത്ത് ഇപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങൾ ഈ നിരീശ്വരവാദികളായ ആളുകളുടെ പുച്ഛം കലർന്ന ടോക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ചിരി വരും. സത്യം പറഞ്ഞാൽ അവരോട് നമുക്ക് സഹതാപം തോന്നും. ഈ ദൈവിക വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഉൽപ്പത്തിയിലെ ചില ഭാഗങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഇതിനകത്ത് ഏതാ ശരി, ഏതർത്ഥത്തിലാണ് പറയുന്നത് പോലും ഒരു പിടിയില്ലാതെ പറയുന്ന ആളുകൾ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പറയുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരാള് സംസാരിക്കുന്നത് ഇങ്ങനെ ഞാൻ കേട്ടു, അവർക്ക് കുറെ ദൈവങ്ങളുണ്ട്, ഒരു മേരി ദൈവം, അവളാണ് ഹെഡ് ഗോഡ്, പിന്നെ പിതാവെന്നൊരു ദൈവമുണ്ട്, ആ പിതാവെന്ന ദൈവത്തിന്റെ ഭാര്യാദൈവമാണ് മറിയം എന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു ചുമ്മാ പറയല്ല, ഒരു വലിയ സമൂഹം ആളുകളുടെ മുൻപിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് പറയുക. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് അന്വേഷിച്ചിട്ട് വേണ്ടേ ഇതെന്താ അവര് പറയണെന്നെങ്കിലും കേട്ടിട്ട് വേണ്ടേ ഇത് പറയാ. കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതായിരിക്കും. ഒരാളെ, ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഏതോ ഒരു ലോക്കൽ എന്താ പറയുക യൂട്യൂബ് നടത്തുന്ന ഒരു സ്ത്രീ ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹം സ്വയം ക്ലെയിം ചെയ്യുന്നത് ഞാൻ വൈദിക ശുശ്രൂഷയിൽ നിന്ന് വന്നതാണെന്ന്, 10 വർഷം സെമിനാരി പഠിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ചുമ്മാ അങ്ങ് പറയുന്നത്. അപ്പം ഒരു അടുത്തറിയാവുന്ന ആൾക്കാർ പറഞ്ഞ സെമിനാരിലെ കണ്ടൊന്ന് പോയി എന്നുള്ളത് ശരിയാണ്, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്ത. പക്ഷെ എനിവേ ആ ആളോട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടല്ലോ, അപ്പൊ പിതാവ് എന്ന് പറഞ്ഞ ദൈവം, പുത്രൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മകൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അച്ഛന്മാർ നിങ്ങളൊക്കെയാണല്ലോ. അപ്പൊ ഉടനെ ആള് ഈ 10 വർഷം സെമിനാരി പഠിച്ച അതെ ഞങ്ങളാണത് എന്ന് പറഞ്ഞ് മറുപടിയൊക്കെ പറയുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊതുസമൂഹത്തെ സംബന്ധിച്ച് അതിന്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാനോ അന്വേഷിക്കാനോ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഈ നിരീശ്വരവാദ ചിന്തകളുടെയൊക്കെ പുറകെ കിടക്കുന്ന പ്രശ്നം. വിശുദ്ധഗ്രന്ഥത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് അറിഞ്ഞുകൂടും. ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നതൊക്കെ കുതിരപ്പുറത്താണ്. ഈ ആകാശത്ത് കുതിര വരുമ്പോൾ ആകാശത്ത് പുല്ലെവിടെയാ കുതിരയ്ക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളുടെ മുന്നിൽ നിന്ന് ഒരു വിട്ടിച്ചിരിയൊക്കെ ചിരിക്കുന്ന നിരീശ്വരവാദികൾ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ അവരുടെ ആ ചിരി കാണുമ്പോൾ നമുക്കാണ് സഹതാപം തോന്നുന്നത്. പാവം ഇത്രയ്ക്ക് എന്താ പറയാ നിസാരരും ഒക്കെ ആയി പോയല്ലോ അവര് എന്നോർത്തിട്ട് നമുക്ക്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? ദൈവം അവനെ കൃഷി ചെയ്യാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയെ കൂടുതൽ തേജസ്സുള്ളതാക്കി തീർക്കാൻ അവനെ ഏൽപ്പിച്ചു എന്നാണ്. ദൈവം ഏൽപ്പിച്ചതാ. അങ്ങനെ ആക്കി തീർക്കുമ്പം ദൈവത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയല്ല, ദൈവത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്? കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും. സംരക്ഷിക്കുക എന്ന് പറയുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. പ്രൊട്ടക്ട് ചെയ്യുക, സ്റ്റീവാർഡ്ഷിപ്പ് നടത്തുക, സംരക്ഷണം നൽകുക. അതിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യത്തെ നിഷേധിക്കുന്നു, ഒരു കാര്യത്തെ പിന്താങ്ങുന്നു. എന്തിനാണ് നിഷേധിക്കുന്നത്? നിനക്ക് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ അവകാശമില്ല. നീ അധിപനാണെന്ന് ആദ്യം പറയുമ്പോഴും, നിനക്ക് ആധിപത്യം നൽകിയെന്ന് പറയുമ്പോഴും നിനക്കൊരു പ്രശ്നമുണ്ട്. ഈ ആധിപത്യം ഉപയോഗിച്ച് നിനക്ക് അവയെ നശിപ്പിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നശിപ്പിക്കാനുള്ള അവകാശത്തെ അല്ല ആധിപത്യം കൊണ്ട് വിളിച്ചത്, പകരം അവയെ സംരക്ഷിക്കാനുള്ള അധികാരത്തെയാണ്. നിനക്കതിന്റെ ചുമതലയുണ്ട്,
നിനക്കതിന് അധികാരമുണ്ട്. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ നിനക്ക് അധികാരമുണ്ട്. പ്രപഞ്ച സംരക്ഷണം എന്ന് പറയുന്നത് സ്റ്റീവേർഡ്ഷിപ്പാണ്. അതായത് അതിന്റെ കാര്യസ്ഥനായിരിക്കുക. കാര്യസ്ഥന്റെ പ്രത്യേകത എന്താ? കാര്യസ്ഥന് അവയുടെ മേൽ ഒരു പ്രത്യേകതരം അവകാശമുണ്ട്. നമുക്കൊരു തോട്ടമാണ്, നിങ്ങൾക്ക് ഒരു റബ്ബർ തോട്ടമുണ്ട്, അവിടെ ഒരു കാര്യസ്ഥനെ വെച്ചേക്കാം, ഒരു എസ്റ്റേറ്റിൽ കാര്യസ്ഥനെ വെച്ചേക്കാം. അവൻ അവിടെ ചുമ്മാ ആരുമല്ലാത്തവനല്ല, അവനവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാൾ 2 വിറക് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പം കാര്യസ്ഥൻ എടുത്തോ അല്ലെ എടുക്കണ്ട എന്ന് പറയാനുള്ള ഫ്രീഡം ഒക്കെ അവനുണ്ട്. എന്നാൽ അവനില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അവൻ തീരുമാനിക്കാം, റബ്ബർ കുറച്ചു നാളായി, കാര്യം ചെയ്യാം, വെട്ടിക്കളഞ്ഞിട്ട് പകരം നമുക്ക് കുറച്ച് പഴച്ചെടികൾ അങ്ങ് നട്ടേക്കാം എന്ന് അവന് തീരുമാനിക്കാൻ പറ്റില്ല. അതതിന്റെ ഉടമസ്ഥൻ വേണം തീരുമാനിക്കാൻ. അപ്പൊ നോക്കിക്കേ, അവന് ചില അധികാരങ്ങളുണ്ട്. അവന്റെ അധികാരം എന്താ? അവന്റെ കയ്യിൽ കൊടുത്തേക്കുന്ന ആ തോട്ടത്തെ നോക്കണം, തോട്ടം സൂക്ഷിക്കണം, തോട്ടത്തിനകത്ത് തോട്ടത്തെ പരിരക്ഷിക്കണം, അതിനെ വളർത്തണം, അത്യാവശ്യ അധികാരങ്ങളൊക്കെ അവനുണ്ട്. പക്ഷേ അവ നശിപ്പിച്ചു കളയാനൊന്നും അവന് അധികാരമില്ല. അതുകൊണ്ടാണ് സ്റ്റീവാർഡ്ഷിപ്പ് എന്ന് അതിനെ വിളിക്കുന്നത്, സംരക്ഷിക്കാനുള്ള അധികാരം. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ദൈവം പുരുഷനെ സൃഷ്ടിച്ചിട്ട് പിന്നീട് സ്ത്രീയെ സൃഷ്ടിക്കുമ്പം പുരുഷനെ സൃഷ്ടിച്ചു, അവരിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പം അതിനകത്തും ഇതേ ധ്വനിയാണ് വരുന്നത്. അതിനെക്കുറിച്ചാണ് ഈ എഫേസൂസ് ലേഖനത്തിൽ, പൗലോസ് എഫേസൂസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുക നമ്മൾ കാണും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്ന പോലെ ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇനി അതിനകത്ത് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, ഭർത്താവിന്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് ആദത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞ പോലെയാണ്. എന്താണത്? മിശിഹ തന്റെ രക്തം കൊടുത്ത് സഭയെ വീണ്ടെടുക്കുകയും അവളെ പരീക്ഷിക്കുകയും ചെയ്തതുപോലെ ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കട്ടെ. അപ്പൊ ഈ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവന് പ്രകൃതിയോട് മാത്രമല്ല, മറ്റെല്ലാ മനുഷ്യരോടും ഉണ്ട്. അത് സ്ത്രീക്ക് പുരുഷനെ സംരക്ഷിക്കാതെ ഉത്തരവാദിത്വമുണ്ട്, പുരുഷന് സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, മനുഷ്യവംശത്തെ മുഴുവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന് ആധിപത്യം കൊടുത്തു എന്ന് പറയുന്നത്, അത് ദൈവം അവനെ എന്തും ചെയ്യാൻ അധികാരമുള്ളവനാക്കി എന്നല്ല അതിന്റെ അർത്ഥം, സ്റ്റീവാർഡ്സ് ആക്കി എന്നാണ്. വെറും സ്റ്റീവാർഡ്സ് മാത്രമല്ല, തന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിത്തമുള്ള, കൂടുതൽ തുടർ സൃഷ്ടി നടത്താൻ അധികാരമുള്ള അധികാരിയായി, അധിപനായി അവനെ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അങ്ങനെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം ആഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം അങ്ങനെ തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. 3 വാചകങ്ങൾ ഉപയോഗിച്ചാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. 2 സമാന സ്വഭാവം ഉള്ളതുപോലെ തോന്നും. ഇങ്ങനെയാണത്. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. 2, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. എന്തിനാ അങ്ങനെ? തന്റെ ഛായ എന്ന് പറഞ്ഞാൽ പോരാഞ്ഞിട്ട് ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയാണ്, തന്റെ എന്ന് പറഞ്ഞാൽ ചുമ്മാ വല്ലവരുടെ അല്ല, ദൈവത്തിന്റെ ഛായയിൽ അവനെ സൃഷ്ടിച്ചു. ആദ്യത്തെ കാര്യം എന്നറിയാമോ? അവന്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്, അവന്റെ ഡിഗ്നിറ്റി. ദൈവം തന്റെ ഛായയിലാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഛായയിൽ. അതുകൊണ്ട് നീ ഒരാളെ കൊന്നാൽ എന്തു പറ്റും? നീ ദൈവത്തിന്റെ ഛായയിലുള്ളവനെ വധിച്ചവനാണ്. അതൊരു ചെറിയ തിന്മയായിരിക്കില്ല. നീ ചുമ്മാ ഒരു ജീവിയെ കൊല്ലുന്ന പോലെയൊന്നും അല്ലത്. ദൈവത്തിന്റെ ഛായയിലുള്ളവനാണ് അവൻ എന്നതാണ് അവിടുത്തെ കാര്യം. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയാം. ഇനി 3-ാമത്തെ എന്താണ്? സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ തന്റെ ഛായയിൽ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ വാചകം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഈ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ട് എന്ത് തോന്നി? സ്ത്രീയും പുരുഷനായിട്ട് സൃഷ്ടിച്ചു, അങ്ങനെ തന്നെ തോന്നി എന്ന് പറയരുത്. എന്താണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം എന്നറിയാമോ? ഇതൊരു ലോകം ചിന്തിച്ചിട്ടില്ലാത്ത സമത്വത്തെക്കുറിച്ചും പങ്കാളിത്തത്തെക്കുറിച്ചും പറയുന്ന വാചകങ്ങളാണ്. സമത്വവും പങ്കാളിത്തവും. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം പുരുഷനെ സൃഷ്ടിച്ചു എന്നല്ല, ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു എന്നല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എങ്ങനെ അവനെ സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഇന്ന് പോലും ഈ ലിംഗസമത്വം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല, സത്യം പറഞ്ഞാലില്ല, ലോകത്തിലില്ല. അതിപ്പോ ഏത് പാശ്ചാത്യ നാടാവട്ടെ, എവിടെ ആയിക്കോട്ടെ, പൂർണ്ണമായ ഒരു സമത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം പുരുഷന്മാർ ചെയ്യണ പണി ചെയ്യുക എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ ഫെമിനിസ്റ്റുകള് തെറ്റിദ്ധരിക്കുന്ന സമത്വത്തെക്കുറിച്ചും അല്ല പറയുന്നത്. ഒരേ മൂല്യമാണ്. പണ്ടുകാലത്ത് അത് അതിഭീകരമായിരുന്നു. അതായത് ഈ എഴുതപ്പെട്ട ശേഷം വീണ്ടും ഒരു 1500 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള യഹൂദർ, ഈശോയുടെ കാലഘട്ടത്തിലുള്ള യഹൂദർ,
ഒരുപക്ഷെ ഇന്ന് പോലും അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അവര് ക്ഷേമാവോ ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ പ്രാർത്ഥനയിലെ ഒരു വരി ഇങ്ങനെയാണ്. പുരുഷന്മാർ മാത്രമാണ് അവരുടെ ടെമ്പിളിൽ പോകുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ വരി ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ ഒരു സ്ത്രീയായോ മൃഗമായോ സൃഷ്ടിക്കാത്തതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ എന്നെ ഒരു മൃഗമായിട്ടോ സ്ത്രീയായിട്ടോ സൃഷ്ടിക്കാത്തതിന് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി. ഇന്നെങ്ങാനും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചേർത്തിമാര് അവരെ ഓടിച്ചിട്ടിടിച്ച് സൂപ്പാക്കും നമുക്കറിയാം. പക്ഷേ അവരങ്ങനെ ചൊല്ലിയിരുന്നു. അങ്ങനെ ഒരു 2000 വർഷം മുമ്പ് മാത്രമല്ല, ഇന്ന് പോലും അവരങ്ങനെ ചെല്ലുകയോ അല്ലെങ്കിൽ അതിനെ കോപ്പി അടിച്ചുണ്ടായ ചില മതങ്ങൾ ഇന്നും സ്ത്രീകളെ അവരുടെ ഒരു ഉപഭോഗ വസ്തുവായിട്ടോ, എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, തനിക്ക് എത്ര ഇപ്പൊ ഒരു വീട്ടിലൊക്കെ എത്ര പശുക്കളെ വേണം നോക്കാൻ കഴിവുള്ള ഒരാൾ അവയൊക്കെ മേടിക്കുന്നത് പോലെ തനിക്ക് നോക്കാൻ കഴിവുണ്ടെങ്കിൽ ഭാര്യമാരെ സ്വീകരിക്കാം എന്ന് കരുതുന്ന മതങ്ങളുണ്ട്. അതുപോലെ അവരെ ഇപ്പോഴും അവരുടെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുപോവുകയില്ലാത്ത മതമുണ്ട്. അങ്ങനെ ഇന്ന് പോലും ഉണ്ടായിരിക്കെ ഈ വിശുദ്ധ ഗ്രന്ഥം ഇന്നേക്ക് ഏതാണ്ട് ഒരു 3500 എങ്കിലും വർഷം മുൻപ് രേഖപ്പെടുത്തുമ്പം അന്നത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം അവരോട് പറയുകയാണ്, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. രണ്ടുപേരെയും ഒരേ വിധത്തിൽ അവതരിപ്പിക്കുന്നു. മെൻ ആൻഡ് വിമൻ, സ്ത്രീയും പുരുഷനുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി സ്ത്രീ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ മനുഷ്യനുണ്ടാവില്ല, പുരുഷവംശം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഭൂമിയിൽ പുരുഷനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനുഷ്യനില്ല, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? സ്ത്രീയെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്ത്രീയും പുരുഷനും കൂടെ കൂടിച്ചേരുന്ന റിയാലിറ്റിയെ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ. ശ്രദ്ധിച്ച് കേൾക്കണം. സ്ത്രീയും പുരുഷനും കൂടെ കൂടുമ്പോഴേ മനുഷ്യനുണ്ടാവും. ഈ ഭൂമിയിലെ സ്ത്രീകൾ എല്ലാവരും ഇല്ലാതായി പോയി എന്ന് വിചാരിച്ചു, പിന്നെ ഭൂമിയിൽ മനുഷ്യനില്ല, പുരുഷ വംശം മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഉദാത്തമായ മഹനീയമായ സമത്വത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും, എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം എന്ന് പറയുന്ന അർത്ഥം മനസ്സിലായോ? അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവണം, ഇത് രണ്ടും കൂടി പങ്കാളികളാവണം, പുരുഷനും സ്ത്രീയും കൂടി ഉണ്ടാവണം, അപ്പോൾ മാത്രമേ മനുഷ്യൻ ഉണ്ടാവത്തുള്ളൂ. ഈ പങ്കാളിത്ത സ്വഭാവത്തെ, സമത്വത്തെ ശക്തമായി പ്രഘോഷിക്കുന്ന, കാലത്തിന് ഒത്തിരി മുൻപേ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കേട്ടത്. കാലത്തിന് സഹസ്രാബ്ദങ്ങൾ, മില്ലേനിയംസ് മുന്നേ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ഹിതവും വചനവുമാണ് നമ്മൾ ഈ 2 കുഞ്ഞു വാക്കിനകത്ത് കേട്ടത്. സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. ഇനി സൃഷ്ടിക്കുക മാത്രമല്ല, ദൈവം സൃഷ്ടിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്. ആദ്യത്തെ വേറാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുകയാണ്, സൃഷ്ടിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഇതൊരു കാര്യം കാണുന്നില്ല. സൃഷ്ടിക്കുന്നു, കൊള്ളാമെന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ സൃഷ്ടി എന്നിട്ട് അനുഗ്രഹം. എന്താണ് ഈ അനുഗ്രഹം? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം നൽകുന്നു. ദൈവം വെറുതെ അവയെ അയക്കുകയല്ല, അവയെ അനുഗ്രഹിച്ചയക്കുന്നു. അനുഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്, അവയുടെ മേൽ ആധിപത്യത്തെ. പക്ഷെ അതിന്റെ മുൻപ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഈ സന്തതികൾ, അഥവാ ദൈവം മനുഷ്യ സൃഷ്ടിയോട് കൂടെ ചേർന്ന് നൽകുന്ന അനുഗ്രഹം ഇതാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ ആ അനുഗ്രഹം സ്വീകരിക്കുമ്പോഴാണ് അവന് തുടർ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ടൈം എടുത്ത് പറഞ്ഞത് നമ്മൾ ഓർക്കും. ഞാനത് വീണ്ടും പറയുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് നിരന്തരം പ്രഘോഷിക്കാൻ നമുക്ക് കടമയുണ്ട്. ഇന്ന് കഴിഞ്ഞ ഒരു 2 ദിവസം മുൻപത്തെ ഹിന്ദു പേപ്പറിനകത്തെ എഡിറ്റോറിയൽ നമ്മുടെ ഇന്ത്യയിലെ ജനന നിരക്ക് കുറയുന്നതിലെ വലിയ ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ളായിരുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ കാര്യമായി കൊട്ടിഘോഷിച്ച് ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞ് ഇപ്പോഴും പള്ളിക്കുരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ആശങ്ക പങ്കുവയ്ക്കുന്നത്. അതായത് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ആളുകളുടെ എണ്ണവും മരണനിരക്കും എന്നാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര വ്യത്യാസമാണ്. ഈ ചെറിയ സംഖ്യ, ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലെ കുറവ് ഭയങ്കരമായി അഫക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഭാരതം ഈ വളർച്ച ഇങ്ങനെ പോകുന്നത് ടാപ്പേന്ന് താഴ്ത്തിട്ട് വരും. ഇത് തിരിച്ചറിയപ്പോഴാണ് ചൈന നിയമം മൂലം കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞത്. അങ്ങനെയാണോ പറയേണ്ടത്? ഒരു കാലത്ത് ജനിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തടയാനായിട്ട് നിയമം ഉണ്ടാക്കുന്നു. ഇവർ വിചാരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ചൈന വിചാരിക്കുന്നത് ഈ കൽപ്പന കൊടുക്കുമ്പോൾ അനുസരിച്ച് ചെയ്യുന്ന യന്ത്രങ്ങളാണ് മനുഷ്യനെന്നാണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് എപ്പോഴും പറയണം.
നിങ്ങളുടെ മക്കളോ ഒക്കെ വിവാഹം കഴിക്കും, നീ കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, യുവജനങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും പറയണം, ഈ കുഞ്ഞുങ്ങളുടെ ജനനം എന്ന് പറയുന്നത് ഒരു സുവിശേഷ മൂല്യമാണ്, അതൊരു വിശുദ്ധ ഗ്രന്ഥ പ്രബോധനമാണ്, അല്ലാണ്ട് ഒരു സാമൂഹിക പ്രബോധനമല്ല, വെറുതെ ഒരു സോഷ്യൽ ഡോക്ട്രിൻ അല്ല. പകരം അത് പ്യുവർലി എ സ്പിരിച്വൽ ഡോഗ്മാറ്റിക് ഡോക്ട്രിൻ ആണ്, സ്ക്രിപ്ചറൽ ഡോക്ട്രിൻ ആണ്. എന്താണത്? അത് സൃഷ്ടിയോട് കൂടെയുള്ള അനുഗ്രഹമാണ്, സൃഷ്ടിയോട് ചേർത്ത് വെക്കുന്ന അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താ? അത് സമൃദ്ധമായി സ്വീകരിക്കണമെന്നാണ്. ഈ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിനെന്നാണ്. 2 പിള്ളേര് വീതം ഉണ്ടാവട്ടെ എന്നല്ല, നിങ്ങൾക്ക് ഓരോ കൊച്ചുങ്ങൾ ഉണ്ടാവട്ടെ എന്നല്ല, നാം 2 നമുക്ക് 2 എന്നുമല്ല. പകരം സന്താന പുഷ്ടിയെക്കുറിച്ചാണ്. പുഷ്ടി എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്നാണ് അർത്ഥം. ജീവന്റെ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ദൈവം അനുഗ്രഹിച്ചുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. അതായത് അത് പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം 1980 മുതൽ ഇന്ത്യയിൽ ഇങ്ങനെയല്ല എന്നൊന്നും പറയാൻ ആർക്കും അവകാശമൊന്നുമില്ല. നമ്മുടെ കടമയാണ് കുഞ്ഞുങ്ങളെ പ്രഘോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കണം, മക്കളെ നിങ്ങൾക്ക് നിറച്ചു മക്കൾ ഉണ്ടാവണം കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മുൻ തലമുറയ്ക്ക് അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെറ്റായിരുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ഒക്കെയുള്ള കടമയുണ്ട്. ഞാൻ പിന്നീട് ഒരു സമയത്ത് അതിന്റെ എക്കണോമിക് ഘടകങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴും പറയാമെന്ന് വിചാരിക്കുക. ഏതായാലും ദൈവം അങ്ങനെയാണ് അവനെ അനുഗ്രഹിക്കുന്നത്. എന്നിട്ടോ ദൈവം അരുൾ ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. വിത്ത് ഉൾക്കൊള്ളുന്ന എന്ന് പറഞ്ഞാൽ ദൈവം അതിനെ സ്ഥിരമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിത്ത് ഉൾക്കൊള്ളുന്നു. ഒരു ഫ്രൂട്ടിനകത്ത് വിത്ത് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ പഴം തിന്നു തീർന്നുമായി തീരുന്നില്ല, അവന് തിന്നാൻ കഴിയാത്ത ആ സാധനം വീണ്ടും കിളിർക്കും, അതിൽ നിന്ന് വീണ്ടും ഉണ്ടാവും നാളത്തെ തലമുറയ്ക്ക്. അങ്ങനെ തലമുറകളോളം യുഗാന്ത്യം വരെ ഈ പ്രപഞ്ചവും താൻ സൃഷ്ടിച്ചവയും ഒക്കെ പുരോഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി അങ്ങനെ ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും എഴുജന്തുക്കൾക്കും സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. ഇന്നത്തെ അടുത്ത കാര്യം എന്നറിയാമോ? ദൈവം ഈ പ്രപഞ്ചം മുഴുവനും അവന് ഉപയോഗിക്കാൻ കൂടി നൽകുന്നു. ദുരുപയോഗിക്കാനല്ല, ഉപയോഗിക്കാൻ കൂടി നൽകുന്നു. അതുകൊണ്ടാണ് ഹരിതസസ്യങ്ങൾ ഞാൻ നിനക്ക് ആഹാരമായി നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിനക്ക് അവയെ ഭക്ഷിക്കാം, പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നിനക്ക് ഭക്ഷിക്കാം. പക്ഷേ നിനക്ക് ദുരുപയോഗിച്ചുകൂടാ, വെറുതെ കൊന്നുകൂട്ടിയിട്ടുകൂടാ. പകരം നിനക്കതിനെ ഉപയോഗിക്കാം, നിനക്കവയെ ഉപയോഗിക്കാമെന്നാണ് ദൈവം അവനോട് പറയുന്നത്. എന്നിട്ട് അതിന്റെ അവസാന വാചകം എങ്ങനെയാണ്? താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു എന്നല്ല, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു എന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. ബാക്കിയുള്ളതൊക്കെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു നന്നായിരിക്കുന്നു, കൊള്ളാം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ കർത്താവ് വെരി ഗുഡ് എന്നാണ് പറയുന്നത്, വളരെ നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കാരണം വളരെ നല്ലതിനെയാണ് ദൈവം സൃഷ്ടിച്ചത്, അതാണ് മനുഷ്യൻ. മറ്റ് ചെടികളും മൃഗങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ വളരെ നല്ലതല്ല അവ. മനുഷ്യനാണ് വളരെ നല്ലത്, ഏറ്റവും നല്ലത്. ഏറ്റവും എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ പദമല്ല, വളരെ എന്ന് പറയുന്നത് തന്നെ ആണ് ശരി. വളരെ നല്ലതായി സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെയാണ് എന്നാണ്. ഇനി അതിനകത്ത് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? ദൈവം അവനെ സൃഷ്ടിച്ചിട്ട് വളരെ നന്നായിരിക്കുന്നുവെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം അവനെ സൃഷ്ടിച്ചത് വളരെ നന്നായിട്ടാണ് എന്നാണ്. എന്ന് വെച്ചാൽ അവനിലുള്ള തിന്മകൾ ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് അർത്ഥം. അവനെ സൃഷ്ടിച്ചതും നന്നായിട്ടാണ്, വളരെ നന്നായിട്ടാണ്. എന്നാൽ അവനിലുള്ള തിന്മകൾ ദൈവത്തിൻ്റെതല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവം എന്താ ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പകരം തിന്മകൾ എവിടുന്ന് വരുന്നു? ദൈവം നൽകിയ നന്മകളുടെ ദുരുപയോഗത്തിൽ നിന്നാണ് തിന്മകൾ വരുന്നത്. അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗത്തിൽ നിന്നാണ് തിന്മകൾ വരുന്നത്. അല്ലാതെ ദൈവം ഒരു തിന്മയെ സൃഷ്ടിച്ചില്ല. പ്രപഞ്ചത്തിലുള്ള തിന്മയുടെ ഉറവിടം ദൈവമല്ല, മനുഷ്യനുള്ള തിന്മയുടെ ഉറവിടവും ദൈവമല്ല, അവൻ തന്നെയാണ്. എന്ന് വെച്ചാൽ അത് പിന്നെ ദൈവം സൃഷ്ടിക്കാതെ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു? അതാണല്ലോ ഒരു ചോദ്യം, അല്ലെ? ഇവനിൽ തിന്മയുണ്ടെന്ന് നമുക്കറിയാം, അപ്പൊ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ ദൈവം വെക്കാതെ എങ്ങനെയാണ് ഇവനിൽ ഇത് വന്നത്? ഇവനിൽ നന്മയുണ്ടെങ്കിൽ അത് ദൈവം വെച്ചതാണെന്ന് നമ്മൾ പറയണം. അങ്ങനെയാണ് തിന്മയുണ്ടെങ്കിൽ അതും ദൈവം വെച്ചതായിരിക്കണ്ടേ? അങ്ങനെയല്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, അങ്ങനെയല്ല. പകരം ദൈവം വെച്ചത് നന്മ മാത്രമാണ്. പക്ഷേ ആ നന്മയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, നെസസറി ഈവിളാണ് ചിലപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകാവുന്ന അത്. ആ ഒരു നെസസറി എന്ന് പറയാൻ പറ്റൂ, അങ്ങനത്തെ ഒരു അതാണ് ബൈ പ്രോഡക്റ്റ് ആണ്
ഇവിൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഉദാഹരണത്തിന് ദൈവം അവന് സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്ത് പറ്റും? അവൻ വളരെ നന്നായിരിക്കില്ല, മറ്റു മൃഗങ്ങളെ പോലെ തന്നെയായിരിക്കും. കാരണം ദൈവത്തെ പോലെ വളരെ നന്നായിരിക്കണമെങ്കിൽ എന്ത് വേണ്ടിവരും? അവന് ദൈവത്തിന്റെ ഛായ വേണം. ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അല്ലാണ്ട് ഒന്നിന്റെ അടിമയല്ല ദൈവം. എന്ന പോലെ അവനെ ദൈവം സൃഷ്ടിച്ചു. അപ്പൊ അതുകൊണ്ട് അവന് ഒരു കുഞ്ഞിനെ വളർത്താനും പറ്റും, ഒരു കുഞ്ഞിനെ വേണേ കൊല്ലാനും പറ്റും. ഇത് വെച്ചില്ല എന്ത് പറ്റും? അവൻ ചെയ്യുന്ന നന്മയൊന്നും നന്മയായിരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ തിന്മ ചെയ്യാൻ കഴിവില്ലാത്ത ഒരുവൻ ചെയ്യുന്ന നന്മകൾ ഒരിക്കലും നന്മയാവില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. തിന്മ ചെയ്യാൻ കഴിവില്ലാത്ത ഒരുവൻ ചെയ്യുന്ന നന്മകളൊന്നും നന്മയായിരിക്കില്ല. ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഞാനൊരു തീവ്രവാദിയും വലിയ തോക്കൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഒരുത്തൻ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അവന്റെ തലയ്ക്ക് നേരെ ചൂണ്ടിപ്പിടിച്ചേക്കുവാണ്. എനിക്ക് വേണം വെടിവെക്കാൻ. ഇനി ഞാൻ പറഞ്ഞൊക്കെയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറയുകയാണ്, നീ നിന്റെ സ്വത്തെല്ലാം എടുത്തിട്ട് ആ മുമ്പിൽ നിൽക്കുന്നവന്റെ കൈ കൊടുക്ക്. അവൻ എന്ത് ചെയ്യും? അവന് കൊടുക്കാതിരിക്കാൻ മാർഗമില്ല. അതുകൊണ്ട് അവൻ കൊടുക്കുന്നു. അവൻ പുണ്യപ്രവൃത്തിയാണോ ചെയ്തത്? അല്ല. എന്നാൽ ഇങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരിക്കെ, തോക്കും പിടിച്ച് ഞാൻ അവിടെ നിൽക്കുന്നില്ലാതിരിക്കെ അവൻ തന്റെ സ്വത്തെല്ലാം എടുത്ത് അവന് സഹോദരന് കൊടുക്കുകയെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ നന്മ എന്ന് വിളിക്കും, അല്ലെ? അതിന് കാരണം എന്താ? കൊടുക്കാനും കൊടുക്കാതിരിക്കാനും കഴിയുന്ന സമയത്ത് അവൻ കൊടുക്കുമ്പോഴേ അതിന് വിലയുള്ളൂ. എന്നതുപോലെ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും പറ്റുന്ന ഒരാൾ നന്മ ചെയ്താലേ അതിന് നന്മയുടെ മൂല്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് അവന്റെ നന്മയായിരിക്കില്ല. ഇപ്പൊ ഞാൻ അവനെ തോക്കി കൊണ്ടിപ്പിച്ചു കൊടുപ്പിച്ചു, അതൊരു നന്മയാണെന്ന് കരുതുക. ആ നന്മ ആരുടെ ആയിരിക്കും? കൊടുത്ത അവന്റെ നന്മയാണോ എന്റെയാണോ? സ്വാഭാവികമായും അവൻ അതിനകത്തൊരു പങ്കാളിത്തമില്ല, അവൻ ആഗ്രഹിക്കുന്നുമില്ല. എന്ന പോലെ ആയിത്തീരും നമ്മുടെ ഒക്കെ നന്മകൾ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ദൈവം തന്നാണ് സ്വാതന്ത്ര്യം. അതിനെ ഞാൻ ദുർവിനിയോഗം ചെയ്ത് എന്ത് പറ്റും? പാപം ഉണ്ടാവും. ആ പാപം ഉണ്ടാക്കിപ്പിച്ചത് ദൈവമല്ല, പകരം ദൈവം തന്ന നന്മയെ ഞാൻ മിസ്യൂസ് ചെയ്തപ്പോഴാണ്, ദുരുപയോഗിച്ചപ്പോഴാണ് പാപം ഉണ്ടായത്. ദൈവം തന്ന നന്മയെ ഞാൻ മിസ്യൂസ് ചെയ്തപ്പോഴാണ് പാപമുണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം. ഇതാണ് അതിന്റെ ഉള്ളിൽ കിടക്കണം. ഇനി അങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം. രണ്ടാമത്തേത് ഇന്ന് പറഞ്ഞു തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗമൊക്കെ പറഞ്ഞിട്ട് തീർന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ സൃഷ്ടി വിവരണം മനുഷ്യനെ കുറിച്ച് പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ്. അത് രണ്ടാമത്തെ അധ്യായത്തിനകത്താണ്. അതിങ്ങനെയാ, ദൈവമായ ഇനി ഞാൻ മുമ്പത്തെ കാര്യം പറയട്ടെ. വളരെ നന്നായിരിക്കുന്നു എന്ന് കണ്ടു, ദൈവമല്ല തിന്മ സൃഷ്ടിച്ചതെന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഈ സൃഷ്ടി വിവരണം പ്രീസ്റ്റ്ലി ട്രഡീഷൻ എന്നുള്ളതാണ് എന്നതിന്റെ സൂചനയാണ്. അതായത് നന്മ എന്താണ് തിന്മ എന്താണെന്നൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതും ഈ ഭാഗത്തിന്റെ ഉദ്ദേശമാണ്. അതായത് കാര്യം എഴുതുമ്പം ആ പ്രീസ്റ്റ്ലി ഗ്രന്ഥകാരന് അങ്ങനത്തെ ഉദ്ദേശങ്ങളും കൂടി ഉണ്ട് എന്നാണ്. നമ്മൾ അത്ര അറിഞ്ഞിരിക്കേണ്ട ഒരു ഡീറ്റെയിൽഡ് ടെക്നിക്കൽ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുക. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ അടുത്ത സൃഷ്ടിയോരം കാണുകയാണ്. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇതാണ് ആദ്യത്തെ ഭാഗം. ഭയങ്കര രസമാണത്. ശ്രദ്ധാപൂർവ്വം അത് കേൾക്കണം. നോക്കുക, ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ. ചുമ്മാ ദൈവമൊന്നുമല്ല കർത്താവൊന്നുമല്ല, ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് യാവേ എലോഹിം എന്നാണ്. യാവേ എലോഹിം, ഇവരിത് രണ്ടോട് കൂടി ഒരുമിച്ച് പറയുമായിരുന്നില്ല. അതായത് യാവേ എന്ന് എഴുതും, എലോഹിം എന്നോ ഒക്കെ ആയിട്ട് വായിക്കും. ഇവിടെ രണ്ടോട് കൂട്ടിച്ച് കർത്താവായ ദൈവം, അതായത് സർവശക്തനും ഭരണാധികാരിയും ഒക്കെ ആയ ദൈവത്തെക്കുറിച്ചാണ്. ആ ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ ഉണ്ടായിരുന്നില്ല. അപ്പൊ നോക്കി, അതുവരെ സൃഷ്ടിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നെങ്കിൽ ഇവിടെ വീണ്ടും പുതുതായിട്ട് തുടങ്ങുവാണ്. ദൈവം എല്ലാം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഭൂമിയെ സൃഷ്ടിച്ചപ്പം അതിൽ ചെടിയും പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഒരു ഭൂമി അങ്ങനെ ഇരിക്കുമായിരുന്നു അത്ര. എന്നിട്ട് അതിന്റെ കാരണം എന്തായിരുന്നു? കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. നോക്കുക, ഭൂമി ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ ഏദേൻ എന്ന വാക്കില്ലേ, ഏദേൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? മനോഹരമായ പഴവൃക്ഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം എന്നല്ലേ നമ്മൾ ഓർക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ ഹീബ്രു അർത്ഥത്തിനകത്ത് മരുഭൂമി എന്നൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ ഏദേൻ തോട്ടം എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് ഇത് ചെയ്യുന്നത്. മരുഭൂമി വിൽഡർനെസ് ആണ്, വിജന പ്രദേശം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഏതായാലും അങ്ങനെ അർത്ഥം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥമുള്ളതെന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥത്തിൽ ഈ എക്സോഡസിന്റെ പാരമ്പര്യത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്ന ആ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്തായിരുന്നാലും ഇവിടെ പറയുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല.
അതിന്റെ കാരണം എന്താണ്? കാരണം പറയുകയാണ്, അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. നോക്കുക, ഒരു മ്യൂച്വൽ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇതിന് രണ്ടുപേരും കൂടെ വിചാരിക്കണമെന്ന വിധത്തിലാണ് ദൈവം സൃഷ്ടി നടത്തിയത്രേ. അതായത് ഒന്നാമത്തെ എന്താണ്? ഒന്ന്, ദൈവം ഇടപെടണം. ദൈവത്തിനാണ് മഴ പെയ്യിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ക്ലൗഡ് സീഡിങ് നടത്തി മഴ പെയ്യിക്കാലോ എന്നായിരിക്കും ഇപ്പോൾ വിചാരിക്കുന്നത്. ദൈവത്തിനാണ്. അതിന് ക്ലൗഡ് അവിടെ ഉണ്ടായാലേ ഇതിനെ സീഡിങ് നടത്താൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിനെ സൃഷ്ടിക്കുന്ന ദൈവം വേണം, ഒരുക്കുന്ന ദൈവം വേണം, ഇടപെടാൻ മനുഷ്യനും വേണം. അപ്പോൾ മനുഷ്യന്റെയും തിരിച്ചു പറട്ടെ, ദൈവത്തിന്റെയും മനുഷ്യന്റെയും സംയുക്തമായ പങ്കാളിത്തത്തിൽ നിന്നാണ് ഈ പ്രകൃതി ഉണ്ടായത്, പ്രപഞ്ചമുണ്ടായത് എന്ന അതിസുന്ദരമായ ദൈവശാസ്ത്ര വിഷയമാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഈ നിരീശ്വരവാദികളൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ പോലെ ദൈവം ഒരു ദിവസം ഇരുന്ന് ചുമ്മാ രസത്തിന് ഭൂമിയെ ഉണ്ടാക്കി മനുഷ്യനുണ്ടാക്കി അതിനകത്ത് ഫിറ്റ് ചെയ്ത്, അങ്ങനെയല്ല. ദൈവം എത്രമാത്രം മഹോന്നതനും മഹനീയനുമായ ദൈവമാണ് എന്ന് ഇങ്ങനെ വേർഡ് ടു വേർഡ് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് എത്ര രസമായിട്ടാണ്. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഗാഡ് പ്ലസ് മാൻ, അതാണ് ഈ പ്രപഞ്ചം. ദൈവവും മനുഷ്യനും, ദൈവത്തിന്റെ പങ്കാളിത്തവും മനുഷ്യന്റെ പങ്കാളിത്തവും, ഇതിലൊന്നിനെ കളഞ്ഞാൽ അതിന്റെ ബാലൻസ് തെറ്റും. ദൈവത്തെ കളഞ്ഞിട്ട് മനുഷ്യനെല്ലാം ഉണ്ടാക്കാമെന്ന് കരുതുമ്പം അതിന്റെ ബാലൻസ് തെറ്റും. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, എല്ലാം നീ തന്നെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുമ്പോഴും അതിന്റെ ബാലൻസ് തെറ്റും. ദൈവവും മനുഷ്യനോട് കൂടി ഒരുമിച്ച് പങ്കാളികളാകണമെന്നാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവഹിതം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവഹിതം ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഈ ഐഡിയയിൽ നിന്നാണ് മനുഷ്യന് കൃഷി ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത്. സയന്റിഫിക് എൻക്വയറി എന്ന് പറയുന്ന സയന്റിഫിക് ടെമ്പറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാസ്ത്ര കൗതുകത്വം, അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക ഗവേഷണം, ഇതൊക്കെ ഉണ്ടാകുന്നത് ദൈവഹിതമാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന എന്താ? അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കണമെന്നാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് മരുന്ന് നിർമ്മിക്കാനുള്ള ബുദ്ധി വന്നു. പക്ഷെ മരുന്ന് നിർമ്മിക്കാൻ ബുദ്ധി മാത്രം പോരാ, അതിനുള്ള സാധനം കൂടെ വേണം. പൊന്നു സഹോദരന്മാരെ, അല്ലേ? നല്ല ബുദ്ധിയുള്ള മനുഷ്യനുണ്ടെന്ന് വിചാരിച്ച് അവന് മരുന്ന് സൃഷ്ടിക്കാൻ പറ്റുമോ? അതിനാവശ്യമുള്ള മെറ്റീരിയൽ ഈ ഭൂമിയിൽ വേണ്ടേ? അതവൻ ഉണ്ടാക്കിയതല്ലല്ലോ, അതവനുണ്ടാക്കിയതാണോ? ഇപ്പം ഇംഗ്ലീഷ് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്, അതിനുപയോഗിക്കുന്ന കെമിക്കൽസ്, അതിന്റെ കോമ്പോസിഷൻ നമ്മുടെയാണ്, കെമിക്കൽ ഭൂമിയിലുള്ളതാണ്. അങ്ങനെയാ, അല്ലെ? ആയുർവേദം ഉപയോഗിക്കുന്നു, അതിന്റെ ചെടികൾ ഇവിടെയുള്ളതാണ്. നമ്മൾ ചെടിയെ സൃഷ്ടിച്ചിട്ടല്ല മരുന്ന് ചെടിയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കുകയല്ലോ. അപ്പൊ നോക്കിയേ, നമ്മൾ എന്തോരം വളർന്നാലും ദൈവം ഇടപെട്ട് ചെയ്തവയോട് കൂടെ ചേർന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ദൈവനിഷേധമെന്ന് മാത്രമല്ല, അവന്റെ അഹന്ത എന്ന് മാത്രമല്ല, വിവരക്കേടുമാണ്. എന്തിന് ഈ പങ്കാളിത്തത്തെ തള്ളിക്കളയണം? സകല ഇന്റലിജൻസിന്റെയും ഉറവിടമായ ദൈവത്തെ, സകലതും ഒരുക്കി വെച്ച ദൈവത്തെ എന്തിന് തള്ളിക്കളണം? അത് തള്ളിക്കളയുമ്പോൾ നമുക്ക് ബഹുമാനം കൂടും എന്നൊക്കെ കരുതുന്നത് അഹംഭാവം മാത്രമാണ്. അല്ലാതെ അത് ബുദ്ധിവൈഭവമൊന്നുമല്ല. അത് വെറും അഹംഭാവമാണ്. അത് ബുദ്ധിവൈഭവമാണെന്ന് വിചാരിക്കരുത്. പലപ്പോഴും നിരീശ്വരവാദികളൊക്കെ സ്റ്റേജിൽ കെട്ടിയിട്ട് ഇത് വിളിച്ചു പോകുമ്പം അവന്റെ ബുദ്ധിമാനാണെന്ന് ആളുകൾ കൈയടിക്കും. മുമ്പേ ഇരിക്കുന്ന ഏതാനും പാവപ്പെട്ടവര്, ഇപ്പുറം ചിന്തിക്കാൻ കഴിവില്ലാത്തവർ ചിലപ്പോൾ കൈയടിച്ചെന്നിരിക്കും. പക്ഷേ അവനാ പറയുന്ന വിഷയങ്ങൾ പോലും അവനിലേക്ക് എത്തിയതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒറിജിൻ ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയാതിരിക്കുന്നത് അജ്ഞതയാണ്, വിവരക്കേടുമാണ്. എനിവേ, ഇതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ഇനി മുതൽ പറഞ്ഞു തുടങ്ങുന്ന മുഴുവനും ഭയങ്കര കൗതുകകരമായ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചാണ്. അതായത് മഴ പെയ്തു, അത് പൂഴിയിൽ വീണു, പൂഴിയിൽ അത് ചെളിയുണ്ടാക്കി, കുഴയാൻ ഇടവന്നു. ആ ആ ചെളി ഉപയോഗിച്ച്, വെള്ളം കലർന്ന പൊടി ഉപയോഗിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇനിയുള്ള ഭാഗത്തൊക്കെ സംസാരിക്കുന്നത്. ഇത് ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞതുപോലെയല്ല, ഇനി ഭയങ്കരമായ അർത്ഥതലങ്ങൾ ഇങ്ങനെ ഉൾച്ചേർന്ന് കിടക്കുന്ന വിവരണമാണ് ഇനി ആരംഭിക്കുന്ന മനുഷ്യ സൃഷ്ടിയുടെ വിവരണം. ഇന്ന് നമുക്കിനി പറയാൻ നേരമില്ലാത്തത് കൊണ്ട് മനുഷ്യ സൃഷ്ടിയെ കുറിച്ചുള്ള രണ്ടാമത്തെ വിവരണം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആ ക്ലാസ്സിലായിരിക്കും നമ്മൾ
ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ചോദ്യത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ പൊടി എന്താണ്, അതിനകത്ത് കുഴയ്ക്കൽ എന്താണ്, കുഴച്ചിട്ട് രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമുണ്ടോ, എന്തിനാണ് അങ്ങനെ രൂപപ്പെടുത്തിയത്, ഈ ജീവൻ ഊതേണ്ട കാര്യമുണ്ടോ, എന്താണ് എങ്ങനെ പറയുന്നത്, ഇവന് നന്മയും അവന് 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 തോട്ടത്തിലാക്കി എന്ന് പറഞ്ഞ തോട്ടത്തിൽ കൊണ്ട് പാർപ്പിക്കുകയാണ് ചെയ്തത്, ഇതെന്താണ് ഈ സംഭവം? ഇനി ആദത്തിന്റെ വാരിയൽ ഊരിയിട്ടാണോ ഹവ്വായെ സൃഷ്ടിച്ചത്? അതുകൊണ്ട് സ്ത്രീകളൊക്കെ പുരുഷന്മാരുടെ വാരിയലിലാണോ? വാരിയലിനെ തപ്പി നടക്കണോ കല്യാണപ്രായം ആകുമ്പോൾ? ഇങ്ങനെ തുടങ്ങുന്ന കുറെ വിഷയങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു സൃഷ്ടി വിവരണത്തിന്റെ ബേസിക് പോലും പറയാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. അച്ഛാ, ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു, പക്ഷെ ദൈവം അരൂപിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് ഒരു രൂപം ഉണ്ടാവുക? മെടുക്കൻ, നീ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാമെന്ന ചോദ്യമായിരുന്നു ഇതല്ലേ? അല്ല, ഞാൻ ഈ ചോദ്യം മാറ്റി വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നീ മിടുമെടുക്കാൻ. അതായത് അതിന്റെ ഉത്തരവാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പറഞ്ഞു വന്നത്. ദൈവത്തിന്റെ ഛായ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഷേപ്പ് എന്നല്ല അർത്ഥം, ദൈവത്തിലുള്ള നന്മകൾ എന്നാണ്. ദൈവം തന്നിലുള്ള നന്മകൾ ഉപയോഗിച്ച് അവ കൂട്ടിച്ചേർത്ത് മനുഷ്യ സൃഷ്ടിച്ചു എന്നാണ്. അതായത് നമ്മൾ പലപ്പോഴും ഛായയിൽ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഇവന് ശരിക്കും അപ്പന്റെ ഛായ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ? അവന്റെ മൂക്ക് കണ്ട അപ്പന്റെ മൂക്ക് പോലെ ഇരിക്കും, കണ്ണ് കണ്ട അപ്പന്റെ കണ്ണ് പോലെ ഇരിക്കും, വായ കണ്ട ചുണ്ട കണ്ടു കഴിഞ്ഞാൽ അപ്പന്റെ ചുണ്ടുവിന്റെ ഷേപ്പാണുള്ളത് എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇവിടുത്തെ അർത്ഥം അതേ അല്ല. കാരണം മുൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം അരൂപിയാണ്. അരൂപിയായ ദൈവത്തിന് ഒരു ഷേപ്പില്ല. ഷേപ്പ് ആയിരുന്നെങ്കിൽ ദൈവം തന്റെ ഷേപ്പിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞു, തന്റെ ഛായയിലും സദൃശ്യത്തിലും. ഇൻ ഇമേജ് ആൻഡ് ലൈക്നെസ്. ആ ഇമേജ് ആൻഡ് ലൈക്നെസ്സിനെ ലിറ്ററലായിട്ട് മനസ്സിലാക്കരുത്, പകരം അതിന്റെ ഉള്ളർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കണം. എന്താണ് അതിന്റെ ഉള്ളർത്ഥം? ഉള്ളർത്ഥം സിംപ്ലി ഇതാണ്: ദൈവം എങ്ങനെയായിരിക്കുന്നുവോ ഏതാണ്ട് അതുപോലെ, ഷേപ്പിലല്ല. പകരം ദൈവം എങ്ങനെയായിരിക്കും? ദൈവം പൂർണ്ണ നന്മയായിരിക്കുന്നു, നന്മയോടുകൂടെ അവനെ സൃഷ്ടിച്ചു. ദൈവം പൂർണ്ണ പരിശുദ്ധിയായിരിക്കുന്നു, വിശുദ്ധിയോടുകൂടെ അവനെ സൃഷ്ടിച്ചു. ദൈവം പൂർണ്ണ അധികാരിയായിരിക്കുന്നു, അധികാരത്തോടുകൂടി അവനെ സൃഷ്ടിച്ചു. ദൈവം പൂർണ്ണ നന്മയായിരിക്കുന്നു, നന്മ നൽകി അവനെ സൃഷ്ടിച്ചു. ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കുന്നു, സ്വാതന്ത്ര്യം കൊടുത്ത് അവനെ സൃഷ്ടിച്ചു. ഇങ്ങനെ തന്നിലുള്ളവയുടെയൊക്കെ സാദൃശ്യങ്ങൾ, ഛായകൾ അവനിൽ വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം അരൂപിയായതുകൊണ്ട് സ്വാഭാവികമായ ഷേപ്പിന് ഒരു പ്രസക്തിയില്ല. ഷേപ്പ് നമുക്ക് പുതുതായിട്ട് തന്നതാണ്. പക്ഷെ ആ ഷേപ്പിനെ ദൈവം ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഷേപ്പിൽ തന്നെ അവിടുന്ന് മനുഷ്യാവതാരം എടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ആ ഷേപ്പ് ദൈവത്തിന്റെ ഷേപ്പ് അല്ലായിരുന്നെങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഷേപ്പാണ്. ആ ഷേപ്പിനെ കുറിച്ച് നമ്മൾ അടുത്ത സൃഷ്ടിവിവരണത്തിൽ പറയും. ദൈവം ഇങ്ങനെ മണ്ണുകൊണ്ട് കഴിച്ചു എന്നുള്ള കാര്യമാണ് അടുത്ത പ്രാവശ്യം പറയാൻ പോകുന്നത്. അപ്പൊ ആ ഷേപ്പിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുകയും ചെയ്യും. ഈശ്വമിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. മോൻ ചോദിച്ചത് തന്നെയാണ് എന്റെയും ഒരു സംശയം, ഛായയും സാദൃശ്യം എന്നുള്ളത്. രണ്ട് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അച്ഛൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അസ്തിത്വം എന്ന് പറയുന്ന മനുഷ്യത്വം ഉണ്ട്, ദൈവത്വം ഉണ്ട് എന്നുള്ള അസ്തിത്വം എന്ന് പറയുന്നത് ഇച്ഛാശക്തി, 3 കാര്യങ്ങളിലാണ് ഒരു മനുഷ്യന് മനുഷ്യത്വം വരുന്നത്. ഇച്ഛാശക്തി, ഓർമ്മിക്കാനുള്ള കഴിവ്, അങ്ങനെ അച്ഛൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. അപ്പൊ ഛായ എന്ന് പറയുന്നത് ഈ അസ്തിത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാദൃശ്യം എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ സ്വഭാവങ്ങളോടുള്ള, അതായത് നിത്യതയിലോട്ടുള്ള വിളി, സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇങ്ങനെയാണോ ഈ 2 കാര്യങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയാവുന്നത്? അതുപോലെ ഇത് പറയട്ടെ ആദ്യം. പൊതുവിൽ ഇത് രണ്ടും കൂടി ഒരേ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മളങ്ങനെ വേറിട്ട് കരുതേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവത്തിലുള്ളവയുടെ ഒക്കെ പങ്കാളിത്തം എന്ന് പറയാം. ഇനി അസ്തിത്വം ഇനി വേർതിരിക്കുവാണ്, സ്പ്ലിറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, ഈ ദൈവത്തിന്റെ ഛായ എന്ന് പറയുന്നതിനകത്ത് ദൈവത്തിലുള്ള ക്വാളിറ്റീസ്, ദൈവത്തിന്റെ അസ്തിത്വത്തിൽ നമ്മൾ സമാനരല്ല ദൈവത്തോട്. കാരണം അവിടുന്ന് എറ്റേണലി സ്ഥിതി ചെയ്യുന്നവനാണ്. നമ്മൾ അങ്ങനെയല്ല, ഈ ഭൂമിയിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. ടോട്ടാലിറ്റിയാണ്, അതായത് മനുഷ്യനിലുള്ളവയെല്ലാം ദൈവത്തിലുള്ളവയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് അതിനെ. നമ്മൾ അതിനെ എണ്ണിപ്പറക്കി വേർതിരിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണേൽ പറയാം. ഇനി ഈ സാദൃശ്യം എന്നത് നേരിട്ട് ഈ ഡിഫറൻഷ്യാലിറ്റിയെ കുറിച്ച് പറയുന്നതാണ്.
ദൈവത്തിന്റെ ഛായ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ, സാദൃശ്യം എന്ന് പറയുമ്പം എന്നാൽ ദൈവത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട്. അവിടുന്ന് ദൈവമാണ്, നീ സൃഷ്ടിയാണ്. അപ്പം സാമ്യവും വ്യത്യാസവും പറയാൻ വേണ്ടിയാണ് ഛായ സാദൃശ്യം എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് വളരെ ശക്തമായി മനസ്സിലാക്കുന്ന ദൈവശാസ്ത്ര പണ്ഡിതരുണ്ട്. ഏതാണ്ട് അത് തന്നെയാണ് സഭയുടെ നിലപാട്. അങ്ങനെയാണ്. അടുത്തത് മലയാളം ബൈബിള് വായിക്കുമ്പോൾ എല്ലായിടത്തും സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത്. ഇംഗ്ലീഷിലെ ക്രിയേറ്റഡ് മെയ്ഡും വരുന്നുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവിടെ എന്തെങ്കിലും കാണിക്കാനാണോ? സാധാരണ നമ്മൾ പറയില്ലേ, മെയ്ഡ് എന്ന് പറയുന്നത് ഉള്ളതിൽ നിന്ന് ഉണ്ടാക്കുന്നതാന്ന് പറയും, ക്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ ശൂന്യതയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണെന്ന് പറയും. അപ്പൊ ആ ഒരു വ്യത്യാസം അവിടെ കാണിക്കുന്നുണ്ടോ? അതോ പ്രകടമായി പറഞ്ഞാൽ ദൈവം എല്ലാം ക്രിയേറ്റഡ് എന്നാണ് കൃത്യമായ അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ക്രയാത്തോ എന്നാണ് ലത്തീൻ ബൈബിൾ, ഇറ്റാലിയൻ ബൈബിളിനകത്തുള്ളതെന്നാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അർത്ഥമുള്ളൂ. ഇനി മെയ്ഡ് എന്നുള്ള ഇംഗ്ലീഷ് ബൈബിളുകളിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പല ഇംഗ്ലീഷ് ബൈബിളുകൾ അത്ര ആക്യുറേറ്റ് അല്ല പലപ്പോഴും. ഞാൻ ഈ കാര്യത്തെക്കുറിച്ചല്ല പറയണേ, പൊതുവിൽ നമ്മുടെ RSV പോലത്തെ ബൈബിളുകളാണേലും അത്ര ആക്യുറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ചിലതിനൊക്കെ കുറച്ചൊരു ഒരു എക്യുമെനിക്കൽ പെർസ്പെക്റ്റീവ് ഉള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴും ഔട്ട് ഓഫ് കാവോസ് എന്നാണ്, ക്രമരഹിതമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്ന തിയോളജിക്കൽ മീനിങ്ങും അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ് എന്ന് പറയുക എന്നതിനേക്കാൾ, എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിൽ നിന്നാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാണോ അതോ ഉള്ളവയെ കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ചതാണോ എന്ന് പറയുക എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ശരിക്കും പറഞ്ഞാൽ ബോധപൂർവം വിശുദ്ധ വെക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ അങ്ങനത്തെ ഒരു അതിനകത്ത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ മെയ്ഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂട്ടിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കാവുന്നതാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു പൊതുധാരണ വെച്ച് പറയാവുന്നത്, ആ ക്രിയേറ്റഡ് എന്നുള്ളതിനെ അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് വെറുതെ അങ്ങ് വലിയ വ്യത്യാസങ്ങളില്ലാതെ അങ്ങ് ദൈവം ഹി മെയ്ഡ് ഇറ്റ് എന്നങ്ങ് ഉപയോഗിച്ചതാവാനേ സാധ്യതയുള്ളൂ. അത് ഏത് ബൈബിളിൽ നിന്നാണ് പറയുന്നതെന്നോട് എന്നോട് പറയാമോ? നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ ഏതാ? NRSV ആണോ? ന്യൂ കാത്തലിക് ബൈബിൾ. ന്യൂ കാത്തലിക് ബൈബിൾ, സെയിന്റ് ജോസഫ് എഡിഷൻ ഓഫ് ദ ന്യൂ കാത്തലിക് ബൈബിൾ. ഓക്കെ, NRSV ഒന്ന് നോക്കിക്കോളൂ. അതിനകത്ത് ചിലപ്പം ഈ ക്രിയേറ്റഡ് എന്ന് മാത്രമേ അതിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ. NRSV അതാണ് നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ റിലയബിൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈബിൾ. ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബൈബിളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ദൈവം തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അനന്തജ്ഞാനത്തിലും നിത്യജീവനിലും മഹത്വത്തിലും എല്ലാം ഭാഗഭാഗിത്വം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണല്ലോ, അല്ലെ? അപ്പം ഈ ഛായ നഷ്ടപ്പെടുന്നത് ദൈവായിക ജീവിതത്തിന് വെളിയിലുള്ള ജീവിതത്തിന് സുഖം അനുഭവിക്കുമ്പോഴാണല്ലോ ഈ ഛായ മനുഷ്യന് നഷ്ടപ്പെടുന്നത്, അല്ലെ? അതാണല്ലോ ആദിമാതാപിതാക്കൾ ചെയ്തത്. ദൈവായിക ജീവിതത്തിന് വെളിയിലുള്ള ജീവിതത്തിന് സുഖം അനുഭവിച്ചപ്പോ മദ്യപാനം, വെളിയിലുള്ള ജീവിതത്തിന്റെ സുഖം അനുഭവിച്ചു എന്ന് തീർത്ത് പറയണേക്കാളും അവൻ ആ കൂട്ടായ്മ വിട്ട് പോയി എന്ന് പറയുമ്പോ അതിന്റെ സുഖത്തെ തന്നെ വിഷയമില്ല, കൂട്ടായ്മ വിട്ടുപോയി. അവിടെ അപ്പുറത്ത് എന്തോ ഉണ്ടെന്ന് കരുതി അവൻ പോയി. അതിന് ശരിക്കും സുഖമില്ലല്ലോ, സുഖമുള്ളതുപോലെ തോന്നിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതാണ് ചോദിക്കാൻ വന്നത്. ഓക്കെ. ഈ സ്ഥലം എന്നുള്ള വാക്കിന് ഒരു പ്രതിമ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഞാൻ ഇതിന് വ്യാഖ്യാനം കിട്ടുന്നത്. അതായത് പണ്ട് രാജാക്കന്മാര് യുദ്ധം ചെയ്ത് പോകുമ്പോൾ അവര് ദൂരദേശങ്ങളിലുള്ളിടത്ത് തങ്ങളുടെ പ്രതിമകൾ സ്ഥാപിച്ച് ഭരണം നടത്തുവാനായിട്ടുള്ള ഒരു ഇത് അർത്ഥത്തില്. ഏത് വാക്കിനെ കുറിച്ചാണ്? സ്ഥലം എന്നുള്ള, അതായത് ഛായ എന്നുള്ള അർത്ഥത്തിൽ സ്ഥലം നല്ല അന്നേരം, അതായത് ലോകത്തിൽ മനുഷ്യർ ഭരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ ഛായ നൽകി, അങ്ങനെ ഒരു വ്യാഖ്യാനം കിട്ടുന്നു. അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നാണ്. പ്രതിരൂപം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു എന്ന് എന്റെ ഓർമ്മ, അല്ലെ? പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നത്. സ്ഥലം എന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞില്ല. എനിവേ, അതിന്റെ അർത്ഥം പ്രതിരൂപം എന്നൊക്കെയാണ്. ഒന്നിന്റെ പ്രതിരൂപം, പ്രതിമ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. പ്രതിരൂപം എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് ആർക്ക് വേണ്ടി ഉപയോഗിക്കാം? ഇപ്പൊ ഛായാചിത്രങ്ങൾ നമ്മൾ പറയില്ലേ, ഛായാചിത്രം
ഛായാചിത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല, ആ ചിത്രം ഛായയാണ് എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. ഇപ്പൊ ഒരു പണ്ട് കാലത്തൊക്കെ മരിച്ചു പോയി കഴിയുമ്പം ഛായാചിത്രം വരച്ച് ഭിത്തിയിലൊക്കെ തൂക്കിയിടുമായിരുന്നല്ലോ, അന്ന് ഫോട്ടോയൊന്നും ഇല്ലാതെ പടം വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് ഛായയാണ്, അതിന്റെ ഒരു ഛായ. അപ്പം ഛായ എന്ന വാക്ക് അവർക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് അർത്ഥമില്ലല്ലോ. ഇപ്പൊ രാജാക്കന്മാർ അവരുണ്ടാക്കിയ പ്രതിമകൾക്കും ഛായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുണ്ടാക്കുന്ന പ്രതിമകൾക്കും അതേ പദം ഉപയോഗിക്കാം. സ്വാഭാവികമായും അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നിനെ ഇത് കാണുമ്പോൾ ഓർക്കും. ഇതിനകത്തുള്ള പ്രത്യേകതകളൊക്കെ ഇതിനകത്ത് കാണാം. ഇപ്പൊ ഒരു അപ്പന്റെ ഛായാചിത്രം അപ്പന്റെ ഷേപ്പ് ഇതിനകത്തുണ്ട് എന്ന അർത്ഥത്തിലാണ് വിശുദ്ധഗ്രന്ഥം ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും അതേ അർത്ഥത്തിൽ തന്നെ രാജാക്കന്മാരോ ശില്പികളോ ഒക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമായ ഒരു ഭാഷയാണല്ലോ. എന്നുകൊണ്ട് അവരുപയോഗിച്ച ആ അർത്ഥത്തിൽ നിന്നാണ് ഇതെടുത്തതെന്ന് പറയേണ്ട കാര്യമില്ല. പകരം ആ പദത്തിന് ജെന്യൂൻ ആയിട്ടുള്ള അർത്ഥമാണ് രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും പ്രതിമകൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ശില്പി പ്രതിമ ഉണ്ടാക്കുമ്പോഴോ ഇതേ അർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം അത് ഉപയോഗിക്കുമ്പം കുറെ കൂടെ ഡീപ്പർ ആയിട്ടുള്ള മീനിങ്ങിലേക്ക് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അച്ഛൻ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ അച്ഛൻ പറഞ്ഞല്ലോ ദൈവം മനുഷ്യനെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്, ദൈവമായിട്ടല്ല സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ശരി തന്നെ. പക്ഷെ ഈശോ സങ്കീർത്തകനെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അതിന്റെ അർത്ഥം എന്താണ് അച്ഛൻ? അതായത് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ ദൈവസ്ഥാനീയരാണ് എന്ന ഒരു അർത്ഥത്തിലുള്ള പരാമർശം ദാവീദിന്റെ സങ്കീർത്തനകത്തുണ്ട്. അവരെ നിങ്ങൾ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അപ്പം ഈശോ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതല്ല, പകരം ഈശോ അവരോട് ചോദിക്കുവാണ്, ദാവീദിന്റെ സങ്കീർത്തനം ഉദ്ധരിക്കുന്ന നിങ്ങൾ, ദാവീദ് പോലും അവരെ ദൈവം എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരെ, ദൈവസ്ഥാനീയരെ, ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവസ്ഥാനത്ത് നിങ്ങൾ കാണുമായിരുന്നെങ്കിൽ ദൈവത്തിന്റെ തന്നെ പുത്രനായ ദൈവം തന്നെയായ എന്നെ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ കാണാൻ പറ്റാത്തത്? അത്രമാത്രം മാറ്റി നിർത്തപ്പെടേണ്ട പദമാണോ അത് എന്ന് ഈശോ അവരോട് ചോദിക്കുന്നതാണ്. അപ്പൊ അതിന് ശരിക്കും ഈ ദാവീദ് പറഞ്ഞവരൊക്കെ ദൈവങ്ങളായിരുന്നു എന്ന് അതിന് ജനറലി അർത്ഥമില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഏക ദൈവം അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ രാജാവും അതിനുവേണ്ടി നിലകൊള്ള ആളുമാണല്ലോ ദാവീദ്. ആ ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം ഉണ്ടാക്കി, അല്ലാതെ ഒത്തിരി ദേവന്മാർക്ക് വേണ്ടിയുള്ള ദേവാലയം എല്ലാം പൊളിച്ചു കളയുകയും ഒരു ദേവാലയം ഉണ്ടാക്കുകയും ചെയ്ത ദാവീദാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് ലിറ്ററലി അല്ല അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദൈവങ്ങൾ എന്ന പദം ദൈവ സ്വഭാവമുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ ഈശോ അവരുപയോഗിക്കുന്ന വചനത്തിനകത്ത് ഒരു ഭാഗം അതെടുത്തിട്ട് അവര് വാക്കിൽ കൊടുക്കാനാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഈശോ അതുപോലെ തന്നെ തിരിച്ചൊരു കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കർത്താവ് ദൈവ ശുശ്രൂഷ ചെയ്തവരെല്ലാം ദൈവങ്ങളായിരുന്നു അങ്ങനെ പറഞ്ഞാൽ അത് മൊത്തത്തിൽ പ്രശ്നമാവില്ലേ? എന്തുമാത്രം കുറെ ദൈവങ്ങളുണ്ട്. അപ്പൊ ദൈവ ശുശ്രൂഷ ചെയ്യാത്തവര് വേറെ കുറെ ദൈവങ്ങളല്ലാത്തവര്, അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല. ദൈവസ്ഥാനീയർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, അവരിൽ നാം ദൈവത്തെ കാണുന്നു. അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ അവരുടെ ദൈവത്തോടുള്ള ബന്ധത്തെയൊക്കെ സൂചിപ്പിക്കാനൊക്കെ ഉദ്ദേശിച്ചുള്ള ഒരു ഇച്ചിരി എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല, പഴയ നിയമത്തിന്റെ ഭാഗമാണത്. റവലേഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പുള്ള ഭാഗമാണ്. പക്ഷെ ഈ ഈശോയെ ദൈവമെന്ന് വിളിക്കുന്നതിനകത്ത് അല്പം പോലും ശങ്കിക്കണ്ട എന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാരൂപി ഇച്ചിരി നേരത്തെ തന്നെ ഒരുക്കിയ വാചകമാണത് എന്നും കൂടെ പറയാൻ വേണമെങ്കിൽ. അച്ഛൻ പറഞ്ഞ പോലെ ഈ നന്മ തിന്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ നന്മയെന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം, തിന്മ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ. ഈശോ പറഞ്ഞു നന്മയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, പിതാവ് മാത്രമേ ഉള്ളൂ. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം. ഈശോ പറഞ്ഞൊരു കാര്യം ബൈബിളിൽ പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ പ്രവൃത്തിയല്ല, പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നന്മ പ്രവൃത്തികൾ എന്ന് പറയപ്പെടുന്ന സൽപ്രവൃത്തികൾ ആ ദൈവൈക്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ? അല്ലെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന സൽകൃത്യങ്ങൾ നന്മ പ്രവൃത്തികളെ ആവുമോ? ഈ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് നന്മ ദൈവമാണ്. ആ ദൈവത്തോടുള്ള ഐക്യത്തിൽ അവൻ ചെയ്യുമ്പോഴാണ് അവന്റെ സാധ്യതയെ നന്നായി അവൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. ദൈവത്തിന്റെ അടുത്തുനിന്ന്, അതായത് ഇവനൊരു രണ്ട് സാധ്യതയുള്ള ഒരു മനുഷ്യനെ പോലെയാണ്, ഒരു ബീയിങ് ആണ്. അവൻ ദൈവത്തോട് ഒട്ടി നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും, സാത്താനോട് ഒട്ടി നിന്നാൽ സാത്താന്റെ പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ രണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവൈക്യത്തിൽ മാത്രമാണ് അവനിലുള്ള നന്മയുടെ സാധ്യതയെ റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്, അഥവാ ആ സാധ്യതയെ യഥാർത്ഥമാക്കാൻ പറ്റണമെങ്കിൽ അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവനിൽ തന്നെ അത് സാധ്യമല്ല.
അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലല്ലേ, അവന്റെയും ദൈവത്തിന്റെയും പങ്കാളിത്തം അതെല്ലാ കാര്യത്തിലും വേണം. ദൈവം അതുകൊണ്ടാണ് അവൻ ദൈവത്തോട് ചേർത്ത് നിർത്തിയത്. അവൻ അവിടെ നിന്നും പറഞ്ഞു മാറി. കുറച്ചു മുമ്പ് നമ്മുടെ സഹോദരൻ പറഞ്ഞ പോലെ അവൻ സാത്താനോട് ഐക്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ പ്രവർത്തികളൊക്കെ നേരെ തിരിയാൻ തുടങ്ങിയത്. അവന്റെ പൊട്ടൻഷ്യൽ എന്നാണ് നമ്മളെ മനുഷ്യനെ കുറിച്ച് മൊത്തത്തിൽ പറയാവുന്നത്. സാധ്യത അത് നന്മയിലേക്കും തിന്മയിലേക്കും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ദൈവൈക്യത്തിൽ ചെയ്യുന്നവയാണ് നന്മകൾ. ഇനി ഈശോ പറഞ്ഞു, എന്റെ വാക്കുകളും പ്രവൃത്തികളും എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തത് അത് ക്രൈസ്റ്റ് ഇസ് ഇൻ ഡിവൈൻ കമ്മ്യൂണിയൻ എന്ന് പറയുന്നതാണ്. ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ് ദൈവം എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം തന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല ദൈവത്തിനുള്ളത്. അവരും ഒന്നായിരിക്കുന്നത് ഒബീഡിയൻസിലാണ് എന്നും നമുക്കും അത് ഉണ്ടാകണം എന്നും ഒക്കെ അതിന്റെ ഉള്ളർത്ഥമുണ്ട്. നീണ്ട പൂർത്തി എന്നോട് ചോദിച്ച ചോദ്യമല്ല, പക്ഷെ പറഞ്ഞു വന്ന ആദ്യത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് നല്ലവനായ ഒരുവൻ മാത്രം എന്ന് പറഞ്ഞില്ലേ, എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ പിന്നീട് എപ്പോഴൊക്കെ പറയാവുന്ന ഒരു ദുർഗ്രഹവചനമാണ്. ഞാൻ പെട്ടെന്ന് രണ്ട് വാക്കുകൊണ്ട് പറയാതെ. അതായത് നല്ലവനായി ഒരു ധനികനായ മനുഷ്യൻ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നല്ലവനായ ഗുരുവോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ വിളിക്കുകയാണ് നല്ലവനായ ഗുരു എന്ന് വിളിക്കുന്നു. രണ്ടാമത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കപ്പെടേണ്ടയാൾ ഈശോയാണ്. അതുകൊണ്ട് ഈശോയുടെ അടുത്തൊന്ന് ചോദിക്കുന്നു. അപ്പൊ ഉടനെ ഈശോ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? നീ എന്തിന് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു? ദൈവമല്ലാതെ നല്ലവനായ ആരുമില്ല. ഇത് വായിക്കുന്ന ഒരാൾ എന്താ മനസ്സിലാക്കുക? കണ്ടോ, ഈശോ തന്നെ കൃത്യമായി പറഞ്ഞിട്ട് ഞാൻ ദൈവമല്ലാന്ന്. ചുമ്മാ എന്നെ പിടിച്ച് ദൈവമാക്കാൻ നോക്കരുത്. ദൈവമായിട്ട് ഒരാളേ ഉള്ളൂ, എന്നെ എന്തിനാ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഒത്തിരി പേര് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാറുണ്ട്, അല്ലേ? എന്നാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ? നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ അർത്ഥം. യഹൂദനെ സംബന്ധിച്ച് ഈ ഗുഡ്നെസ് എന്ന് പറയുന്ന, നന്മ എന്ന വാക്ക് ദൈവത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കുറെ വാക്കുകളുണ്ട് അവർക്ക്. ഇപ്പൊ പരിശുദ്ധൻ, നമ്മൾ ഏതെങ്കിലും മനുഷ്യനെ പരിശുദ്ധൻ എന്ന് വിളിക്കൂ? പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ സ്ഥാനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാളെ പരിശുദ്ധൻ എന്ന് വിളിക്കാൻ നമുക്ക് എങ്ങനെയാ പറ്റുന്നത്? ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനകത്ത് പെടുന്നതാണ് നന്മ, സത്യം, പരിശുദ്ധി തുടങ്ങിയ വാക്കുകളൊക്കെ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് യഹൂദനെ സംബന്ധിച്ച് നന്മ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഒരാളുടെ പേരുന്നതിനേക്കാൾ ദൈവത്തെ സൂചിപ്പിക്കുന്ന, ഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്ന പദമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ, രക്ഷകൻ എന്ന വാക്ക് കൃത്യമായി ആരെ സൂചിപ്പിക്കുന്നതാ? ഈശോയെ സൂചിപ്പിക്കും. നമ്മൾ ഒരാളെ ചുമ്മാ രക്ഷകൻ എന്ന് വിളിക്കൂ? ഇല്ലല്ലോ. അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ രക്ഷകൻ ഒരാളേ ഉള്ളൂ, അവനാണ് രക്ഷിക്കുന്നവൻ എന്ന് നമുക്ക് പറയാം. ഇനി ഈശോയുടെ അടുത്ത് വന്നിട്ട് ഇവൻ പറയുകയാണ്, നന്മയായിരിക്കുന്ന ഗുരു. എല്ലാരും കേട്ടു നിൽക്കുക. മുട്ടൻ ഒരു ദൈവദൂഷണമാണ് ഞാൻ പറയുന്നത്. നന്മയായ ഗുരു എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കുന്ന ഗുരു എന്നാണ്. ഉടനെ ഈശോ അവനെ കേൾക്കുന്നവരെയൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടി അവനോട് പറയുകയാണ്, നീ ഒരു പണ്ഡിതനുമാണ്, യഹൂദനുമാണ്, നിനക്ക് ഈ നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, എന്നിട്ടും വന്ന് നീ എന്നെ നല്ലവനായ ഗുരു എന്ന് വിളിക്കുന്നു. ദൈവമല്ലാതെ നല്ലവൻ അഥവാ നന്മ ആയിരിക്കുന്നവൻ എന്ന് വിളിക്കപ്പെടാൻ ദൈവമല്ലാതെ വേറെ ആരും ഇല്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇതറിഞ്ഞിട്ടാണല്ലോ നീ എന്നെ വിളിച്ചത് എന്നാണ് ഈശോ പറയുന്നത്. ഞാൻ ദൈവമാണെന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ദൈവമാണെന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് നീ വന്ന് നല്ലവനായ ഗുരു എന്നെ വിളിച്ചത്. ഇനി ആ തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ആ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചത്. ദൈവത്തിന്റെ രാജ്യത്തിലായിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ നാട്ടുകാരനല്ല ചോദിക്കേണ്ടത്, അവിടുത്തോട് തന്നെയല്ലേ ചോദിക്കേണ്ടത്. അതുകൊണ്ട് നീ പറഞ്ഞ വാക്കും ശരിയാണ്, നീ ചോദിച്ച ചോദ്യവും ശരിയാണ്, എന്നിട്ട് ഈശോ അതിന് മറുപടി പറയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഈശോ താൻ ദൈവമാണെന്ന് അസേർട്ട് ചെയ്യുന്ന വാചകമാണത് എന്ന് നമ്മൾ ഓർത്തിരിക്കും. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അച്ഛാ, ഒരു വോട്ടീവ് സിനാരിയോ ആണ് എന്റെ ചോദ്യം. ഈ നമ്മള് അച്ഛൻ പറഞ്ഞല്ലോ, ഇപ്പം ദൈവം മഴ പെയ്ച്ചില്ല, മനുഷ്യൻ കൃഷിക്ക് അവൈലബിൾ അല്ലായിരുന്നു, ഈ ഒരു സിനാരിയോ. അപ്പം അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ തിന്മ ചെയ്യുന്നു. മനുഷ്യൻ തിന്മ ചെയ്തിട്ട് ഭൂമിയിൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന സിനാരിയോ, മനുഷ്യൻ തിന്മ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ അത് ഏറ്റവും പെർഫെക്റ്റ് സെൻസിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നിരിക്കും ഈ ഭൂമിയിലെ അവസ്ഥ?
അതായത് ആ അവസ്ഥയിൽ ഭൂമി എന്ന് പറയേണ്ട ആവശ്യം വരില്ല, സ്വർഗത്തിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് നമ്മൾ പലപ്പോഴും മരിച്ച സ്വർഗത്തിൽ പോകണം, ഈശോ നമ്മൾ രക്ഷിച്ചു എന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നു നമ്മൾ പറയുന്നത്. സത്യത്തിൽ വേറൊരു കാര്യം ഓർക്കണം, ഓൾറെഡി സ്വർഗത്തിലായിരുന്നു, സ്വർഗാവസ്ഥയിലായിരുന്നു. എന്ന് വെച്ചാൽ ദൈവവുമായുള്ള പരിപൂർണ ഐക്യമാണ് സ്വർഗം. ആ അവസ്ഥയിലായിരുന്നു. ബട്ട് സ്റ്റിൽ ദേ ആർ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയാം. മനുഷ്യരാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അവർ മനുഷ്യ ശരീരത്തിലായിരുന്നു. ഇനി അതിനെ പൂർത്തീകരിക്കും എപ്പോൾ? അവൻ മരിച്ചു കഴിഞ്ഞ് അവൻ ദൈവത്തോട്, ദൈവത്തിന്റെ അരൂപി സ്വഭാവത്തിലും കൂടെ ഐക്യപ്പെടും. അതുവരെ അവൻ ഭൂമിയിലായിരിക്കും. പക്ഷെ അപ്പോഴും അവൻ ആന്തരികമായി ദൈവത്തോട് പൂർണ്ണമായ കമ്മ്യൂണിയനിലായിരുന്നു. ആ പൂർണ്ണമായ കമ്മ്യൂണിയനാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതായത് സ്വർഗമെന്ന് പറഞ്ഞൊരു ബാഹ്യ ഘടകം എന്നതിനേക്കാൾ ഒരവസ്ഥയാണ്, അത് ആന്തരിക അവസ്ഥയും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിലായിരിക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്നതാണ് സ്വർഗം. നമ്മൾ സ്വർഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഓൾറെഡി. അപ്പോൾ അവന് ചുറ്റുമുള്ളതൊക്കെ സ്വർഗീയ അനുഭവങ്ങൾ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ അടുത്ത ക്ലാസ്സിലാണ് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് അവനെ ദൈവം പുറത്താക്കി, ആ നരേഷന്റെ രീതിയിൽ ദൈവം അവനെ പുറത്താക്കി. അവൻ പുറത്ത് ആയിരിക്കുമ്പം അവന് കൃഷി ചെയ്യേണ്ടി വരുന്നു, അവന് അധ്വാനിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏദൻ തോട്ടത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പം, അതായത് ആ പറയുന്ന നരേഷന്റെ പശ്ചാത്തലത്തിൽ തന്നെ, ആ സിനാരിയോയിൽ അത് തന്നെ നമ്മളെന്താ വിചാരിക്കുന്നത്? ഇവൻ വിശക്കുമ്പോൾ വാ തുറക്കുകയും ഒരു പഴം പറന്നു വന്ന് അവന്റെ വായി കയറുകയാണ് ചെയ്തിരുന്നത്? അല്ല, അവൻ അവിടെ ഇതുപോലെ തന്നെ മരത്തേലൊക്കെ കയറിയും പറിച്ചും കൃഷി ചെയ്തൊക്കെ തന്നെ വേണമല്ലോ അവന് ഭക്ഷണം കഴിക്കാൻ. അവനങ്ങനെ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ അവൻ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അവന്റെ അനുഭവവും അല്ല പിന്നീട് അവൻ പുറത്തായി കഴിയുമ്പോൾ ഉള്ളത്. സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ പിന്നീട് വിശദീകരിച്ച് പറയാം. ആ ഉദാഹരണം, ഒരപ്പൻ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുവരെ അവൻ അപ്പന്റെ സ്നേഹത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട്, ഞാൻ പിന്നീട് വിശദീകരിച്ച് പറയാം. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞപ്പം അവൻ കുറെ സ്ഥലത്തൊക്കെ അലഞ്ഞു നടന്നു, ഒരു ജോലിയും കിട്ടില്ല. സ്വന്തം അപ്പന്റെ വീട്ടിൽ തന്നെ എന്നിട്ട് പറയാ, നീ തിരിച്ചു വന്നോ? തിരിച്ചു വന്നതല്ല, ഞാൻ ഇവിടെ പണിയെടുത്തോളാം, ശമ്പളം തരുമോ? ഓ ആയിക്കോ എന്ന് പറയുന്നു. അവൻ അവിടെ ജോലിക്ക് കയറുന്നു. അവൻ പണ്ട് ചെയ്യുന്ന പോലെ അപ്പൻ്റെ റബ്ബർ വെട്ടാൻ പോകുന്നു, അമ്മയ്ക്ക് പാത്രം കഴുകി കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. വൈകിട്ട് കാശ് മേടിക്കുന്നു. ഒരേ സിറ്റുവേഷനോടെ അവൻ കടന്നു പോകുന്നു. പക്ഷേ തമ്മിൽ വ്യത്യാസമില്ലേ? ഭയങ്കര വ്യത്യാസമുണ്ട്. മുൻപ് അവൻ അതേ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാ? അവന്റെ ആത്മാവിൽ അവൻ അപ്പന്റെ സ്നേഹം അനുഭവിക്കുകയായിരുന്നു. അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ കൂടുതൽ പോകുമ്പോഴും അവൻ അപ്പന്റെ കൂട്ടായ്മയുടെ, ആ കുടുംബത്തിന്റെ ആനന്ദം അനുഭവിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴവൻ പോകുമ്പോഴോ അവൻ പണിക്ക് പോവാണ്. രണ്ടും എഫക്റ്റിൽ ഫിസിക്കലി സെയിം ആണ്, പക്ഷെ ആന്തരികമായി വലിയ ദൂരമുണ്ട്. ഇതിനേക്കാൾ വലിയ ദൂരമാണ് സ്വർഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യൻ പുറത്താകുമ്പോഴും അവൻ ജീവിക്കുന്ന അവിടെയൊക്കെ തന്നെ. കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പം അവന് ചുറ്റുമുള്ളതല്ല ഇരുട്ടായി മാറിയെന്ന് മാത്രം. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരെയും കാണുന്നു. നിങ്ങൾ ജീവിതത്തിൽ വൻ തകർച്ച നേരിട്ടിരിക്കുമ്പം ഈ ചുറ്റിലെ പ്രപഞ്ചത്തെയും ചുറ്റിലെയും കാണുന്നത് എങ്ങനെയായിരിക്കും? രണ്ടും രണ്ടായിട്ടായിരിക്കും. എന്നതുപോലെ അവന്റെ ആന്തരിക അവസ്ഥയിൽ തന്നെയാണ് മാറ്റം വരുന്നത്. അഥവാ അവൻ അനുഭവിക്കുന്ന സ്വർഗത്തിനാണ് വ്യത്യാസം വരുന്നതെന്ന് വേണേ പറയാം. ഈ അർത്ഥത്തിൽ, ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിന് ആവശ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. ആയിരിക്കട്ടെ. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളതേ, യേശു, അതായത് ദൈവത്തിന് ആദ്യം മുതൽ അന്തം വരെ എന്തൊക്കെ നടക്കും എന്നുള്ളതെല്ലാം അറിയാമല്ലോ. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണല്ലോ, നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ ഏതെങ്കിലും ഒരു വശത്തായിരിക്കാം. അപ്പോ ദൈവം സാദൃശ്യത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഒന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നു, പരിശുദ്ധാത്മാവിന്. നമ്മളിൽ ഇപ്പൊ കുഞ്ഞു കുട്ടികളുടെ ആത്മാവ് പരിശുദ്ധമാണ്. അത് അന്ധകാരമായി പോകുന്നത് പാപത്തിലേക്ക് കയറുമ്പോഴാണ് അന്ധകാരമായി പോകുന്നത്, അല്ലെ അന്ധമാക്കി പോകുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനൊരു രൂപം ഉണ്ടായി കാണുമല്ലോ എന്ന് എന്റെ ഒരു ചിന്ത ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, അതിനുശേഷം സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടു. അപ്പോഴും അവിടെ സ്വർഗത്തിലെ യേശുവിന് മനുഷ്യന്റെ രൂപമായിരിക്കോ, അതോ ദൈവ അരൂപിയാണെന്ന് പറയുമ്പോഴും ആ രൂപം ഉണ്ടാവില്ലേ യേശുവിന്? എന്താണ്? തീർച്ചയായിട്ടും. അതായത് എനിക്ക് മനസ്സിലായി ഈ ചോദ്യത്തിന്റെ ഉത്തരം. നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഉത്ഥാനം, സ്വർഗം, ഉത്ഥിത ശരീരം തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് പറയുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എപ്പിസോഡ് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മരണം, ഉത്ഥാനം, ഉത്ഥിത ശരീരം തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ അതിനകത്ത് ഇപ്പൊ ചോദിച്ചതായിട്ട് അന്ന് ഞാൻ പറയാം, അത് പറഞ്ഞത് അതൊന്ന് കേൾക്കുവാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പറ്റും. ഈശോയുടെ ഉത്ഥാനത്തിൽ തന്നെ അതിന്റെ നരേഷൻ വളരെ ക്ലിയർ ആണ്. ഈശോ ഈ ഫിസിക്കൽ രൂപത്തിലല്ല ഉത്ഥാനം ചെയ്തത്, മഹത്വീകൃത ശരീരത്തിലാണ്. അത് അരൂപിയുടെ ശരീരമാണ്. അതുകൊണ്ടാണ് ഈശോയുടെ
തന്നെ തുടർന്ന് ഈശോയെ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്ന രംഗങ്ങളിലൊന്നും ഈശോയെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അവതരിപ്പിക്കുന്നത്, അഥവാ അങ്ങനെ കാണുന്നത്. ഈ മഗ്ദല മറിയം വന്നിട്ട് ചോദിക്കുകയാണ്, തോട്ടക്കാരാ, എന്റെ ഈശോ എവിടെ? എമ്മാസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയോട് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഈശോ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, വലിയ പ്രവാചകനായിരുന്നു, പക്ഷെ മരിച്ചുപോയി എന്നൊക്കെ ഇവര് ഈശോയോട് തന്നെ പറയുന്നത്. അപ്പൊ അതൊക്കെ സൂചന നൽകി. അതുപോലെ തന്നെ കഥകൾ അടച്ചിരിക്കുകയായിരുന്നു, അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ കഥക് തുറന്ന അകത്തേക്ക് ഒന്നുമല്ല, കഥകൾ അടച്ചിരിക്കുകയായിരുന്നു, അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അടച്ചിട്ട കഥകിലൂടെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈശോയുടെ ഉത്ഥാനത്തിൽ ഈശോ മനുഷ്യ ഫിസിക്കൽ രൂപത്തിലല്ല, എന്നാൽ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ പുതിയ മഹത്വീകൃത ശരീരം പാലസ്തീനയിൽ ജീവിച്ച ശരീരത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉൾക്കൊള്ളുന്നവ കൂടിയാണ്. നമുക്ക് പിന്നീട് സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഈ പറഞ്ഞ ശരീരത്തിന്റെ നമ്മൾ ആ ടെക്സ്റ്റുകളെ വെച്ച് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഈ പറഞ്ഞ ഭാഗത്ത് നോക്കിയാൽ കുറച്ചുകൂടെ അതിന്റെ ക്ലാരിറ്റി കിട്ടും. സ്ഥിരീകരിക്കട്ടെ അച്ഛോ, എനിക്കൊരു സംശയം നിൽക്കുന്നത്, അതായത് സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സാദൃശ്യം എന്ന് പറയുമ്പോൾ ആ അസ്തിത്വത്തിലും കൂടി ആണല്ലോ ചേരുന്നത്, കൂട്ടായ്മ. ആ അസ്തിത്വം നഷ്ടപ്പെടുന്നത് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴല്ലേ? അതെ. അപ്പൊ പാപം ചെയ്യുന്നത് വരെയും ആ സാദൃശ്യം ഉണ്ടല്ലോ. പാപം ചെയ്യുന്നവരെ ആ സാദൃശ്യമുണ്ട്, പാപം ചെയ്യുന്നവരെ ആ സാദൃശ്യമുണ്ട്, പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് ഈശോയിലൂടെ രക്ഷ കൈവന്ന് കഴിയുമ്പോഴും ആ സാദൃശ്യമുണ്ട്. ഇല്ല, അതിന് വരാൻ കാരണം ആ പാപമാണ്. ആ പാപം ഇല്ലാത്തവരെയും ആ സാമ്യത്തിലും സാദൃശ്യത്തിലുമാണ്. അസ്തിത്വത്തിലാണ് സൃഷ്ടിച്ചത്. എന്നും മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് സൃഷ്ടിച്ചത്. പാപം മൂലമാണ് മരണം വന്നത്, അല്ലേ? അതെനിക്ക് സംശയമായിട്ട് നിൽക്കുന്നു. മരണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഫിസിക്കൽ മരണത്തെക്കുറിച്ചും അല്ല. അതായത് അവർ എന്നെക്കാലം ജീവിച്ചു പോകുന്ന മനുഷ്യരായിരുന്നു എന്നും അല്ല അതിന്റെ അർത്ഥം. പകരം അവർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അവരില്ലാതായി പോകുന്നില്ല. അതായത് ഈ ഭൗമിക സൃഷ്ടി അവസ്ഥയിൽ നിന്ന് അവര് സ്വർഗരാജ്യത്തിലുള്ള പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് അവരും പ്രവേശിക്കാനിരുന്നവരാണ് ആദോഹവായും. പക്ഷേ ആ സാധ്യതയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ സാധ്യത നഷ്ടപ്പെട്ടതിനെയാണ് അവർ മരിച്ചു എന്ന് പറയുന്നത്. മരണം അവർക്ക് കൈവശമായി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് ശരി തന്നെ. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ദുഷ്പ്രയോഗം ചെയ്തപ്പോൾ നമ്മൾ അതിലേക്ക് പോയി, അല്ലേ? അതെ. സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോഴാണ് അതിലേക്ക് പോയത്. തീർച്ചയായിട്ടും അതാ എനിക്ക് സംശയമുള്ളത്. ചേശുവിലേക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇടയ്ക്ക് പറഞ്ഞു പോയ ഒരു സംഗീതനെ പറ്റി ഒന്ന് ചോദിക്കാനായിരുന്നു. അച്ഛൻ ധാരാളം മക്കൾ വേണമെന്ന പ്രബോധനം വളരെ അച്ഛന്മാരും വൈദികരും ബിഷപ്പുമാരും ഈ ഇടകളിൽ നടത്തുന്നത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട്. മക്കൾ കുറയാനുള്ള ഒരു മൂല കാരണം എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൃത്രിമ കുടുംബാസൂത്രണ മാർഗങ്ങളുടെ ഉപയോഗമാണല്ലോ. അതായത് ഭാര്യ ഭർത്താക്കന്മാര് അത് സ്വീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ സഭയുടെ പ്രബോധനം തന്നെ ചാക്രികയിലാണ് ഹുമനെ വിറ്റയിൽ കൂടി പറയുന്നുണ്ട്, ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്, മൊത്തമായിട്ട് അത് തെറ്റാണെന്ന്. പക്ഷെ ഈ ഫോക്കസ് നമ്മളുടെ വൈദികരുടെയും ബിഷപ്പുമാരുടെയും പ്രബോധനങ്ങളിൽ ഒരിക്കലും കാണാറില്ല. വളരെ ചുരുക്കമായിട്ടാണ്. ഏത് ബിഷപ്പിന്റെയോ അച്ഛന്മാരുടെയോ എടുത്ത് നോക്കിയാൽ തന്നെ വളരെ ചുരുക്കമായിട്ടാണ് അവർ ഇതിനെ ഈ ഒരു സംഗതിനെ അഡ്രസ് ചെയ്യുന്നത്. അത് അഡ്രസ് ചെയ്യാതെ ചെറുപ്പക്കാരായുള്ളവർ അവരെങ്ങനെ ഈ മക്കളെ ഉണ്ടാക്കും കൂടുതലേ? ഞാൻ അഭിപ്രായവും എനിക്ക് മനസ്സിലായി. അതായത് 2 കാര്യം. ഒന്നാമത് ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലുണ്ടാവണം. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗമാണ്. സത്യം പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ അതിന്റെ മുമ്പുള്ള കാരണം എന്താണെന്നറിയാമോ? അവർക്ക് കുഞ്ഞുങ്ങളുടെ വില അറിയാത്തതുകൊണ്ടാണല്ലോ അവരിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമില്ലാതാകുന്നു, അവർ സ്വാർത്ഥരായി മാറുന്നു. അവർക്ക് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു 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 തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ തടസ്സമായ ഒരു ശല്യമായി തോന്നുന്നു. അങ്ങനെ തുടങ്ങുന്ന അവരുടെ കാഴ്ചപ്പാടുകളാണ് അവരെ അത് വേണ്ടാന്ന് വെക്കാൻ നിർബന്ധിക്കുന്നത്. അങ്ങനെ വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അതെങ്ങനെ നടപ്പിൽ വരുത്തുമെന്ന് ആലോചിക്കുമ്പോഴാണ് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാം എന്ന് കരുതുന്നത്. ഇനി
അതാണ് എൻ്റെ. ഇനി അത് സഭ വളരെ ശക്തമായി കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ പാപമാണ്, മാരക പാപമാണ് എന്ന് പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതായത് അച്ഛന്മാര് പഠിപ്പിക്കാറുണ്ടെന്ന് എൻ്റെ വിചാരം. ഈ മിനിങ്ങാന്ന് ശാലോമിനകത്ത് വന്ന നേഴ്സസ് മിനിസ്ട്രിക്കകത്തുള്ള ടോക്കിനകത്തും കൂടെ ഞാനത് കാര്യമായി പറഞ്ഞതാണ്. മിനിങ്ങാന്ന് അത് വന്നതെന്ന് എൻ്റെ ഓർമ്മ, 3 ദിവസമായി കാണുള്ളൂ. അതുകൊണ്ട് അച്ഛന്മാര് പറയാറുണ്ട്, പ്രത്യേകിച്ച് പ്രീമാരി വേഴ്സുകളിലൊക്കെ അത് പറയാറുണ്ട്. പറയാത്തവരും കാണും. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അത്ര അവെയർ ആവാം. നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ അച്ഛന്മാരോടൊക്കെ ഇതൊന്ന് കുറച്ചുകൂടെ ശക്തമായി പറയാച്ചാന്ന് ഓർപ്പിച്ചാൽ മതി. ഒത്തിരി വിഷയമുണ്ടല്ലോ ഇതിനകത്ത്, ഏത് പറയുമെന്ന് ഏതൊക്കെ എപ്പോൾ പറയണം എന്ന് ഉള്ള ശ്രദ്ധ കൊണ്ടായിരിക്കാം ചിലപ്പോഴും അച്ഛന്മാരങ്ങനെ പറയാതിരിക്കുന്നത്. ഞാനത് തീർത്തും അച്ഛന്മാരെല്ലാം പറയണ്ടെന്ന് പറയില്ല. അവര് പലപ്പോഴും അതിങ്ങനെ അവഗണിച്ച് കളയാറോ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാതിരിക്കാറോ ഒക്കെ ഉണ്ട്. നമ്മുടെ ധ്യാനേന്ദ്രങ്ങളിലൊക്കെ വളരെ ശക്തമായി പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്ത് ഓർക്കേണ്ട എന്നാന്ന് വെച്ചാൽ, ഞങ്ങൾ അച്ഛന്മാരൊക്കെ പഠിപ്പിക്കുമ്പം ഇത് പാപമാണെന്ന് മാത്രം പറഞ്ഞ പോലെ എന്തുകൊണ്ട് എന്നുകൂടെ പറയണം. അല്ലെങ്കിൽ ആധുനിക മനുഷ്യനത് മനസ്സിലാവില്ല, അവനത് ഉൾക്കൊള്ളില്ല. എന്തുകൊണ്ടാണ് അത് പാപമായിരിക്കുന്നത്, എന്തൊക്കെ കാരണത്താലാണ് പാപമായിരിക്കുന്നത്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പറയാം. കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ ഓരോന്നും എന്ത് കാരണത്താൽ പാപമായിരിക്കുന്നു. ഇനി ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ബാരിയർ മെത്തേഡുകൾ, കോണ്ടം ഡയഫ്രം പോലെയുള്ളവ പോലും എന്തുകൊണ്ട് പാപമായിരിക്കുന്നു എന്നതിന് ഉത്തരം ഉണ്ടാകും. ആ ഉത്തരങ്ങളാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ചുമ്മാ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എന്തുകൊണ്ട് അത് പാപമാണ്, സഭയ്ക്ക് എന്താ അതിന് പാപമാണെന്ന് പറയേണ്ട ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പം ഇന്നതാണ് പ്രശ്നം. പാപം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളെ അതെങ്ങനെ നശിപ്പിക്കും, നിങ്ങളെ എങ്ങനെ അത് ബാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കലാണ് അത്. അപ്പൊ അതും കൂടെ കൂട്ടിച്ചേർത്തുള്ള പ്രബോധനം വൈദികരും മാത്രമല്ല അൽമായ ശുശ്രൂഷകരും നമ്മുടെ കുടുംബങ്ങൾക്കകത്തും ഒക്കെ നടത്തേണ്ടതാണ്. അച്ഛന്മാർ മാത്രം പറഞ്ഞാൽ പോരാ, അത് വീട്ടിൽ പറയണം. അപ്പനും അമ്മയും കൂടി മക്കൾ വളർന്നു വരുമ്പോൾ തൊട്ട് തന്നെ അവരോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യണം. ഒപ്പം അവരെ അത് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അച്ഛന്മാർക്ക് നന്നായിട്ടുണ്ട് എന്ന് ഞാൻ എന്റെയും കൂടെ കുറവ് കൊണ്ട് ഏറ്റുപറയുകയാണ്. ഞാൻ പിന്നെ പ്രീമാരിവേഴ്സിന്റെ ഫാമിലി പ്രസിഡന്റ് ഡയറക്ടർ ആയതുകൊണ്ട് എല്ലാ മാസവും ഇങ്ങനെ യാന്ത്രികമായിട്ട് തന്നെ അത് പറഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ക്ലാസ് എടുക്കാൻ കുളിക്കുമ്പോഴൊക്കെ പറയും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ആത്മസംതൃപ്തിയിലൊക്കെയാണ്. പക്ഷെ അത് പോരാന്നാണ് എന്നോട് പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്തുതിയായിരിക്കട്ടെ. സ്ഥിരം ക്ലാസ് കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അപ്രസക്തനായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ദൈവത്തെ സ്വീകരിക്കാതിരിക്കുക, ദൈവത്തെ നിഷേധിക്കുന്നില്ല, സ്വീകരിക്കാതിരിക്കുന്നില്ല. പിശാചിന്റെ പ്രേരണകളെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിഞ്ഞ നീതിയിൽ നമ്മൾ പറയില്ലേ, കത്തോലിക്ക സഭയിലൂടെ അല്ലാതെ രക്ഷയുള്ളത് താൻ അറിഞ്ഞ നീതിയിൽ ജീവിക്കുന്നവനും അവിടെ ദൈവാന്വേഷി ആയിരിക്കണമെന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ് പ്രധാനമായിട്ട്. നമ്മൾ എല്ലാ പ്രവൃത്തിക്കും ഒന്നെങ്കിൽ ദൈവിക പ്രേരണയിൽ അല്ലെങ്കിൽ പിശാചിന്റെ പ്രേരണയിൽ എന്നാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവിടെ ഈ 2 കൊരിന്ത്യർ 12:7 ഒക്കെ വെളിച്ചത്തിൽ ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമായി മാനുഷിക ബലഹീനത എന്നൊരു തലം കൂടി ഇല്ലേ? അതിനെ നമ്മൾ ആരുടെ പ്രേരണയിലാണ് പെടുത്തേണ്ടത് എന്നൊരു കുഞ്ഞു സംശയം. ആദ്യം പറഞ്ഞ കാര്യം ചോദ്യത്തിന്റെ ഭാഗമല്ല, എന്നാലും ഞാൻ കൂടി ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങട്ടെ. അതായത് ദൈവത്തെ അംഗീകരിക്കുന്നില്ല, അഥവാ ദൈവത്തെ എതിർക്കുന്നൊന്നുമില്ല, എന്നാൽ അത് സ്വീകരിക്കുന്നില്ല. സാത്താനെ ഇങ്ങനൊരു സാധ്യത മനുഷ്യന് പറ്റില്ല എന്നാണ് ഈശോ എപ്പോഴും പഠിപ്പിക്കുന്നത്. അതായത് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. 2 യജമാന്മാരെ സേവിക്കാൻ ഒരിക്കലും പറ്റില്ല. ഏതേലും ഒന്നിന് വിധേയപ്പെടും, ഒന്നുകിൽ ദൈവത്തിന് അല്ലെങ്കിൽ തിന്മയ്ക്ക്. ഇനി സാത്താൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു ഡൈക്കോട്ടമി പ്രോപ്പർ അല്ല. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അത് പറയാൻ എളുപ്പത്തിന് പറയുന്നതാണെന്ന് വേണം പറയാൻ. അതായത് ഒന്നുകിൽ അവൻ ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടുന്നു, അല്ലെങ്കിൽ സ്വന്തം പ്രവണതകൾക്ക് വിധേയപ്പെടുന്നു. അങ്ങനെ പറയാവൂ. എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവണത എന്ന് പറഞ്ഞ പോലെ തിന്മയിലേക്കുള്ള തന്റെ ചായ്വിന് വിധേയപ്പെടുന്നു. ആ ചായ്വിന് പ്രേരണ നൽകുക മാത്രമാണ് സാത്താൻ ചെയ്യുന്നത്. സാത്താൻ ഒരിക്കലും നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നിയതമായ അർത്ഥത്തിൽ സാത്താൻ ഒരിക്കലും നമ്മളെ പിടിച്ച് പാപം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പകരം പാപം ചെയ്യാൻ നമ്മെ ക്ഷണിക്കാനും അതിനാവശ്യമായ റീസൺസ് തരാനും പ്രോത്സാഹിപ്പിക്കാനും മാറി നിന്നത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സാത്താൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം സാത്താൻ പറഞ്ഞു എന്ന് കണ്ട് നമ്മൾ ചെയ്യാൻ നമുക്കൊരു കടമയില്ല. അതുകൊണ്ട് പാപത്തിന്റെ മേഖലയിൽ സാത്താന്റെ പങ്കാളിത്തം വലിയതായിട്ട് അവതരിപ്പിക്കരുത്. നമ്മൾ പലപ്പോഴൊക്കെ നമ്മുടെ ധ്യാന പ്രസംഗങ്ങൾക്കകത്തൊക്കെ പലപ്പോഴും സാത്താൻ അങ്ങനെ ചെയ്യിപ്പിച്ചു, പിശാച് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ ഇടവരുന്നുണ്ട്. അങ്ങനെ പറയരുത്. കാരണം അങ്ങനെ പറയുമ്പോൾ പിശാച് ഭയങ്കര ശക്തനാണ് ആളുകൾ വിചാരിക്കും. സത്യത്തിൽ അങ്ങനല്ല. സാത്താന് പ്രേരിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ, സാത്താന് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആദം ഹവ്വായുടെ അടുത്ത് വരുന്ന സാത്താന്റെ കാര്യം തന്നെ നോക്കിക്കേ.
സാത്താൻ ഇങ്ങനെ പിടിച്ചിട്ട് തിന്നടി എന്ന് പറഞ്ഞ് തിരിക്കുകയൊന്നുമല്ലല്ലോ. പകരം ന്യായവാദങ്ങൾ കൊടുക്കുകയാണ്. ന്യായവാദങ്ങൾ ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടായാലും പുറമേ നിന്നുണ്ടായാലും അത് സാത്താന്റേതാണ് എന്നാണ് അതിന്റെ അർത്ഥം. 2 കോരിന്തോസ് 10:12-7. അതായത് ഈ മാനുഷിക അതെ, അത് ആ മാനുഷിക പരിമിതി തന്നെയാണ് അതിന്റെ മറുവശം. ആ മാനുഷിക പരിമിതിയെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുക മാത്രമാണ് സാത്താൻ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം ഓപ്പോസിറ്റ് സാത്താൻ, രണ്ടുപേരും നമ്മളെ ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. ദൈവവും മനുഷ്യനുമാണുള്ളത്. ആ കൂട്ടത്തിൽ അവന്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കാനുള്ള പ്രേരണ അവനിൽ നിന്നുണ്ടായാലും പുറത്തുനിന്ന് വന്നാലും അത് പൈശാചികമാണ്. പക്ഷേ പിശാചിന് എപ്പോഴും ഒരു ദൂരെ നിന്ന് ആഹ്വാനം ചെയ്യാനോ അല്ലെങ്കിൽ കാരണങ്ങൾ തരാനോ ഇത് ചെയ്താൽ നിനക്ക് നല്ലതായിരിക്കും, ഹവ്വായോട് പറഞ്ഞതുപോലെ ഇത് നിന്നാൽ നീ ദൈവത്തെ പോലെയാകും എന്നൊക്കെ നമ്മളോട് പറയാൻ മാത്രമേ പറ്റൂ. അതിനെ വിലയിരുത്താനും എന്നിട്ട് ഇഷ്ടമുള്ളത് എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇനി ആ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ട്. അവന്റെ ഉള്ളിലെ പ്രവണതകൾ എപ്പോഴും അവന്റെ ഇഷ്ടം നിർവഹിക്കാൻ, മുകളിലൊരാളെ അംഗീകരിക്കാതിരിക്കാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ അതിജീവിക്കണം അവൻ. അതേപോലെയാണ് പൗലോസിലെ പറഞ്ഞതല്ല, അവന്റെ ഉള്ളിലുള്ള പ്രവണതകളെ അവൻ അതിജീവിക്കണം. ഒരു 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 യുദ്ധത്തിന് പോകുന്ന ഒരാൾ തന്നെ നിയന്ത്രിക്കുന്ന പോലെ നിന്നെ നിയന്ത്രിക്കണം. അങ്ങനെയൊക്കെ ചെയ്താണ് നിനക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പറഞ്ഞ അനായാസ പ്രവൃത്തിയല്ല, അതൊരു എഫേർട്ട് ആവശ്യമുള്ള പ്രവൃത്തിയാണ്. ആ എഫേർട്ട് എടുക്കാതിരിക്കുമ്പോഴും ആ എഫേർട്ടിന് വിരുദ്ധമായി ചെയ്യുമ്പോഴും നീ തിന്മയിലാകും. അച്ഛൻ എന്താന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞല്ലോ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, തെറ്റേതാണ് ശരിയാണ് ഏതാണ് ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം എങ്ങനെയാണ് പിശാചബാധിതൻ ഒരു അൺകൺട്രോളബിൾ എന്ന് പറയാൻ പറ്റുക? നീ ഭയങ്കര മിടുക്കനാട്ടോ, മിടുക്കൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇതിന്റെ കൂടുതൽ പറയേണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുകൊണ്ടാണ് നീ എന്നെ ഓർപ്പിച്ചത്. അതായത് അവന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആ സ്വാതന്ത്ര്യം കൂടെ വേണേ അവൻ അടിയറവ് വയ്ക്കാം. സ്വാതന്ത്ര്യം കൂടെ അടിയറവ് വയ്ക്കാം. അത് വെച്ച് കഴിയുമ്പം പിന്നെ അവൻ ആ സ്വാതന്ത്ര്യം ഇല്ല, പിന്നെ സാത്താനാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് അവൻ സാത്താന്റെ അടിമയായി മാറുന്നത്. അതുകൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നില്ല, പകരം സാത്താൻ അവൻ കയറി പ്രവർത്തിക്കുന്നു. അവനെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴേ ആ പ്രശ്നം സംഭവിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സാത്താന് അടിയറവ് വെച്ചാലേ സാത്താൻ നമ്മുടെ മേൽ ഭരണം നടത്തുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നതാണ് ഈവിൽ സ്പിരിറ്റിന്റെ പൊസഷൻ എന്ന് പറയുന്നത്. സാത്താൻ ആധിപത്യം പുലർത്തുന്നു. പിന്നെ അവൻ അടിമയായതുകൊണ്ട് അവന് തന്നെ പുറത്ത് കിടക്കാൻ പറ്റില്ല, അതിന് എക്സോർസിസ് ആവശ്യമുണ്ട്. പിശാച് ബാധ സാധാരണ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. അതായത് സാത്താൻ അടിമറവ് വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരാളോട് ഇങ്ങനെ ദൂരെ നിന്ന് സംസാരിക്കാൻ മാത്രമേ പ്രോത്സാഹനം എന്ന് പറഞ്ഞ പോസിറ്റീവ് കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമേ സാത്താന് പറ്റത്തുള്ളൂ. ബൈബിളിൽ പറഞ്ഞ പ്രകാരം പിശാചിന് അവസാനമുണ്ട്. ഇപ്പൊ പറഞ്ഞു ബൈബിളില് ഒരു മിനിറ്റ്. അതായത് സാത്താന്റെ ആധിപത്യത്തിന് അവസാനമുണ്ട് എന്നാണ്. സാത്താന്റെ ആധിപത്യത്തിന് അവസാനമുണ്ട് എന്നാണ് അത്. റെവലേഷനില് 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ അവസാനം വിത്ത് ഗ്രേറ്റ് wrath because he knows that his time is short. അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അതിന്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാപത്തിൽ കഴിയുന്നവരൊക്കെ മാനസാന്തരപ്പെട്ട് ഈശോയുടെ രക്ഷയെ പുൽകുന്ന സമയം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ സാത്താൻ വെകിളി പൂണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ് അത്. അത് കുറച്ച് സിംബോളിക്കാണ്, എന്നാലും അതിന്റെ അർത്ഥം അതാണ്. അവന്റെ സമയം തീരുന്നു എന്നുള്ളതല്ല, മനുഷ്യരെല്ലാം മാനസാന്തരപ്പെട്ട് ഈശോയെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നതിന്റെ ഭയത്തെ കുറിച്ചാണ് പറയുന്നത്. എടുക്കണോ ഒരു സംശയം പൊതുവായിട്ട് കുറെ ആൾക്കാരുടെ ഒരു ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംശയം പങ്കുവെക്കുന്നത്. സ്വകാര്യ വെളിപാടുകളെ കുറിച്ചുള്ള ക്ലാസിന്റെ പശ്ചാത്തലത്തിലാണ് സംശയം. ഉത്തരീയം, ദൈവകരുണയുടെ ചിത്രം, ജത്രൂദിന്റെ പ്രാർത്ഥന തുടങ്ങിയവ സ്വകാര്യ വെളിപാടുകളുടെ പശ്ചാത്തലത്തിലാണല്ലോ ഒഴിവാക്കപ്പെട്ടത്. സ്വകാര്യ വെളിപാടുകൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഒഴിവാക്കുന്നത് പതിറ്റാണ്ടുകളായി ഇത് അനുകരിക്കുന്ന അനേകർക്ക് ദുഃഖം ഉളവാക്കുന്നതാണ്. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം. ഒന്നാമത്തെ കാര്യം, അവയെ ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവകരുണയുടെ അതൊക്കെ നമ്മളും ചെല്ലുന്നതാ, മനസ്സിലായോ? ദൈവകരുണയുടെ ജപാലയോ അതൊന്നും എൻ്റെ ഇവിടുത്തെ പ്രൈവറ്റ് ചാപ്പൽ ദൈവകരുണയുടെ ചാപ്പലാണ്,
അതൊരിക്കലും ഒഴിവാക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. പകരം പറഞ്ഞെന്താണ്? ദ റെവലേഷൻ, പരസ്യ വെളിപാടിനേക്കാൾ മുകളിലായി അതിനെ അവതരിപ്പിക്കരുത് എന്നും പരസ്യ വെളിപാടിന് വിരുദ്ധമായവ അവതരിപ്പിക്കരുത് എന്നും സ്വകാര്യ വെളിപാടുകളിലെ ന്യൂആൻസസിനെ അതേ അർത്ഥത്തിൽ എടുത്ത് വിഴുങ്ങരുത് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് മൊത്തം. ഞാനിത് പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടല്ല, സഭയുടെ കാഴ്ചപ്പാടാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യത്തെ ആൻസർ ചെയ്യേണ്ടി വന്നപ്പോൾ, അതായത് പ്രത്യേകിച്ച് ഫാത്തിമ രഹസ്യം അതുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായപ്പം വിശ്വാസ തിരുസംഘം, അന്നങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്, വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റ് ആയിരുന്ന പിന്നീട് മാർപ്പാപ്പയായി മാറിയ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നൽകിയ വിശദീകരണത്തിന്റെ CDF ഡോക്യുമെന്റ്, അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഞാൻ ചുമ്മാ അങ്ങ് വായിക്കാം, കേട്ടാ മതി. സ്വകാര്യ വെളിപാടുകൾ, അതിനർത്ഥം, അതായത് ആഴത്തിലേക്ക് നയിക്കുന്ന സ്വകാര്യ വെളിപാടിന്റെ പ്രശ്നമെല്ലാം പറഞ്ഞിട്ട് പറയാണ്, അതിനർത്ഥം സ്വകാര്യ വെളിപാടുകൾ പുത്തൻ ആഭിമുഖ്യം പകരുന്നില്ല എന്നല്ല, പുതിയ ഭക്തിരീതി ഉണ്ടാക്കുന്നില്ല എന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവകരുണയുടെ ജപമാല അതിന് പുതിയ ഭക്തിരീതിയാണ്, അത് ഉണ്ടാക്കുന്നില്ല എന്നുമല്ല പറഞ്ഞത്. പഴയ രൂപങ്ങളെ ആഴപ്പെടുത്തുന്നില്ലെന്നോ പ്രചരിപ്പിക്കുന്നില്ലെന്നോ അല്ല. ഈ സ്വകാര്യ വെളിപാടുകളുടെ കുഴപ്പങ്ങളെ കുറിച്ച് പറയുമ്പം ഈ പറഞ്ഞ ഒന്നുമല്ല അതിന്റെ അർത്ഥം. എന്നാൽ ഈ സ്വകാര്യ വെളിപാടുകൾ എല്ലാറ്റിലും രക്ഷയിലേക്കുള്ള മാറ്റമില്ലാത്ത പാതയായ വിശ്വാസത്തെയും പ്രത്യാശയും സ്നേഹത്തെയും ആഴപ്പെടുത്തുന്നുണ്ട്. അത് നൽകുകയല്ല ചെയ്യുക, നൽകുന്ന പൊതുവെളിപാടിലാണ്, അതിനെ ആഴപ്പെടുത്തുന്നുണ്ട്. അടുത്തത്, ഇവ മിക്കപ്പോഴും ജനകീയ ഭക്തിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അതായത് പോപ്പുലർ പൈറ്റി, ആളുകളുടെ ഇടയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവയ്ക്ക് പുത്തൻ ആവേശം പകരുകയും അവയുടെ പുതിയ രീതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ പുതിയ പുതിയ രീതികൾക്ക് ഇവ രൂപം കൊടുക്കുകയും ചെയ്യും. ഇനി പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം, അവയ്ക്ക് ലിറ്റർജിയിൽ പോലും സ്വാധീനം ചെലുത്താൻ സാധിച്ചേക്കും. കോർപ്പസ് ക്രിസ്തി, ഈശോയുടെ തിരുഹൃദയം എന്നീ തിരുനാളുകൾ ഉദാഹരണങ്ങളാണ്. അവയൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നതാണ്. കോർപ്പസ് ക്രിസ്തി, ഈശോയുടെ ശരീരത്തിന്റെ തിരുനാൾ. ഇനി ഇവയുടെ പ്രത്യേകത എന്താണ്? അതാണ് ഈ പറഞ്ഞത്. ഒരർത്ഥത്തിൽ വെളിപാടും സ്വകാര്യ വെളിപാടും തമ്മിലുള്ള ബന്ധം ലിറ്റർജിയും ജനകീയ ഭക്തിയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ലിറ്റർജിയും ജനകീയ ഭക്തിയും, അതായത് ആരാധനാക്രമം, പരിശുദ്ധ കുർബാന, കൂദാശകൾ, യാമപ്രാർത്ഥനകൾ, അവയും ഉണ്ട്, ജനകീയ പ്രാർത്ഥനകളും ഉണ്ട്. ഇപ്പൊ ജപമാല, കുരിശിന്റെ വഴി, ഇവ രണ്ടും ഒരുപോലെയല്ലല്ലോ. ഒന്ന് നിയതമാണ്, മാനദണ്ഡമാണ്, ഒഴിവാക്കാനാവാത്തതാണ്. മറ്റേതോ അവയിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അവയോട് ചേർന്ന് പോകുന്നതാണ്, അവയെ സഹായിക്കുന്നതാണ്, വളർത്തുന്നതാണ് എന്ന് മാത്രം. ശ്രദ്ധിച്ചു കേട്ടോണം. ലിറ്റർജിയാണ് അളവുകോൽ, മാനദണ്ഡം. അതാണ് സുവിശേഷത്തിൽ നേരിട്ട് ശക്തി സ്വീകരിക്കുന്ന സഭയുടെ ജീവിതത്തിന്റെ രൂപം. ജനകീയ ഭക്തിയാവട്ടെ, സഭയുടെ വിശ്വാസം അതിന്റെ വേരുകൾ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് പടർത്തുന്നു എന്നതിൻ്റെയും അത് അവരുടെ അനുദിന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെയും അടയാളമാണ്. എന്താ അതിന്റെ അർത്ഥം? അതായത് ഈ പ്രൈവറ്റ് ഇങ്ങനത്തെ ഇപ്പം ഈ ജത്രൂദിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ പറഞ്ഞ കരുണയുടെ ജപമാല, അവയൊക്കെ എന്താണ്? അവ ഒരിക്കലും ലിറ്റർജിക്ക് തുല്യമല്ല, ഒരിക്കലുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ലിറ്റർജിയാണ് മാനദണ്ഡം, അവയാണ് നോം. ഇനി അവയിൽ ശക്തമായി വേരൂന്നിയ ഒരു വിശ്വാസ സമൂഹം വളരുമ്പം ഇവയും അതിന്റെ കൂടെ ഉണ്ടാകും. എന്താ അതിന്റെ കാരണം? ഉദാഹരണത്തിന് വിശുദ്ധ കുർബാനയിൽ പോയി ആഴമായി പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഇനിയും പ്രാർത്ഥിക്കാൻ തോന്നും. അപ്പൊ അവർ കൊന്തയൊക്കെ പ്രാർത്ഥിക്കും. പിടിയോ? അപ്പൊ ആ ലിറ്റർജിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അന്നേരം എന്തുണ്ടാവും? അങ്ങനെ പ്രാർത്ഥിച്ച് അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ നന്നായി കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സഹായിക്കുക എന്നുള്ള സെക്കൻഡറി പർപ്പസ് ആണ് ഇതിനുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഞാനതിനെ നിഷേധിച്ചില്ല. ഞാൻ ഇന്നലെ ആരും നിഷേധിക്കില്ല, നിഷേധിക്കാൻ പാടില്ല താനും. അങ്ങനെ നിഷേധിക്കുകയുമില്ല. നമ്മളെല്ലാവരും ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പകരം വീട്ടിലിരുന്ന് കൊന്തയില്ലേക്കാന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞു വന്നത്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ള ആദരവിനേക്കാളും അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ കരുണയുടെ ജപമാലയെക്കുറിച്ച് പറയുന്നെങ്കിൽ അതിനകത്ത് കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. സുവിശേഷം പ്രഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വകാര്യ വെളിപാടുകളുടെ ഡയറി കുറിപ്പുകൾ എടുത്ത് വ്യാഖ്യാനിച്ച് പറയുമ്പം അതിനകത്ത് ഇംബാലൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. സുവിശേഷം പറയാവുന്നത് മുഴുക്ക പറഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഇത് അവിടെ തൊടാതെ ഇവിടേക്ക് ചാടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ജത്രൂദിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഒത്തിരി പേരെ അസ്വസ്ഥപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായി.
അതായത് എനിക്ക് തന്നെ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു കിട്ടിയത് ഒരാൾ വഴി ഇങ്ങനെ എനിക്ക് അയച്ചു കിട്ടിയതായിരുന്നു. എന്റെ വിശ്വാസമൊക്കെ കുറച്ച് അങ്ങനെയല്ലായിരുന്നു സോബിൻ, അത് വിശ്വാസത്തിൽ കുറച്ച് അസ്വസ്ഥത തോന്നി. എന്തായിരുന്നു അത്? ക്ലാസ് ആദ്യം വളരെ ക്യൂരിയോസിറ്റിയോടെ കൂടിക്കൊണ്ടിരുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഈ യത്രൂദിനുള്ള പ്രാർത്ഥനയുടെ അതിനകത്ത് 1000 ആത്മാക്കൾ ആ കാര്യമൊക്കെ പറഞ്ഞപ്പം അതൊക്കെ ഇല്ലാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ഒരാൾ പറഞ്ഞതാണേ. അതൊന്നും എന്റെ വാക്കുകളല്ല, ഞാനത് എവിടെ നിന്നാണ് എന്ന് പറയാം. ചുമ്മാ ഇത് കേട്ടോളൂ, ഇത് വായിച്ചു കേൾപ്പിക്കാവേ. ദ ഹോളി സീ അണ്ടർ ദ അതോറിറ്റി ഓഫ് പോപ്പ് ലിയോ 13th, ലിയോ 13ാം മാർപ്പാപ്പ issued a series of proclamations to try and suppress the problem so that the faithful might not be led astray by believing in false promises and indulgences not approved by the church. The proclamations were posted in old set of documents called the Acta Apostolica Sedis. അതായത് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പബ്ലിഷിങ്ങിന്റെ പേരാണ് ആക്ട അപ്പസ്തോലിക്ക സേദസ്. അവിടെ നിന്നാണ് നമ്മളെല്ലാം കോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ചാക്രലേഖനം പബ്ലിഷ് ചെയ്യുമ്പം ഇന്ന ചാക്രലേഖനത്തിൽ നിന്ന് പറഞ്ഞത് ഉചിതമല്ല, പകരം ശരിക്കും പറഞ്ഞത് എന്താണ്, അത് ആക്ട അപ്പസ്തോലിക്ക സേദസിൽ എവിടെയാണ് ആ ചാക്രലേഖനം വരുന്നത്, എല്ലാം പബ്ലിഷ് ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ നമ്പർ കോട്ട് ചെയ്യേണ്ടത്. ഇനി ഈ ആക്ട അപ്പസ്തോലിക്ക സേദസിന് അതിന്റെ ഷോർട്ട് ഫോം ആണ് ASS, ആക്ട അപ്പസ്തോലിക്ക സേദിസ്. ആക്ട എന്ന് പറഞ്ഞ പ്രവൃത്തി, അപ്പസ്തോലിക്ക സേദിസ് എന്ന് പറഞ്ഞ സീറ്റ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. അതിലെ 32ാമത്തെ വോളിയത്തിൽ 243ാമത്തെ പേജിനകത്ത് റൂൾ നമ്പർ 8 അതിങ്ങനെയാണ്: ദിസ് പ്രൊക്ലമേഷൻ സേസ് ദാറ്റ് എനി പാംഫ്ലെറ്റ്സ് ഓർ ലീഫ്ലെറ്റ്സ് കണ്ടെയ്നിങ് പ്രോമിസസ് ടു റിലീസ് വൺ ഓർ മോർ സോൾസ് ഫ്രം പർഗേറ്ററി, അതായത് ഒന്നോ അതിലധികമോ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിമോചിക്കാൻ കഴിയും എന്ന് പറയുന്ന തരത്തിലുള്ള കൈപ്പുസ്തകങ്ങളോ ലീഫ്ലെറ്റുകളോ purgatory are to be rejected by the faithful, and any indulgences attached to them should be presumed invalid. ഇൻഡൽജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിനെ ഇന്ന പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലേക്ക് കയറ്റാം എന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കുമെന്നാണ്. വിശുദ്ധ ജത്രൂദ് 13ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലെ ഒരു സെയിന്റ് ആണ്. അവരുടെ ദർശനങ്ങളെ അധികരിച്ച് ആളുകൾ പ്രചരിപ്പിച്ചതാണ് ഇത്. 1000 ആത്മാക്കൾ ഒരു പ്രാവശ്യം പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലം വിട്ടു പോകും എന്നൊക്കെ ആളുകൾ വിശ്വസിക്കുന്നെങ്കിൽ അതിനെ ശക്തമായ വാക്കുകളിൽ തന്നെ ഏതൊരു വൈദികനും ഞാനും തിരുത്തണം. അതിന്റെ പേരിൽ പോണ വിശ്വാസം യഥാർത്ഥ വിശ്വാസം അല്ല, പകരം നമ്മുടെ തോന്നലുകളിലുള്ള ആശ്രയമാണ്. ആ തോന്നലുകൾ വിട്ടുകളയാനുള്ള ഭയം ഒരു പ്രശ്നമാണ്. അങ്ങനത്തെ തോന്നലുകളെ വിട്ടുകളയണം, എന്നിട്ട് സഭയുടെ വിശ്വാസത്തിൽ പങ്കുചേരണം. എന്റെ വിശ്വാസത്തിൽ എന്റെ തോന്നലിലോ ആരെങ്കിലും പറഞ്ഞതിലോ ഞാൻ കണ്ട ഒരു ലീഫ്ലെറ്റ് കണ്ടതും അല്ലല്ലോ, സഭയുടെ വിശ്വാസത്തിൽ പങ്കുചേരണം. അല്ലെ നമുക്ക് ഈശോയുടെ കൂടെ പങ്കാളിത്തമൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ആ ഡോക്യുമെന്റ് തന്നെ വായിച്ചു കേൾപ്പിച്ചത്. ഇതെന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. അതായത് ഒരു പ്രാർത്ഥന ഇത്ര തവണ ചൊല്ലിയാൽ ഇത്ര ആത്മാക്കൾ എന്ന് പഠിപ്പിക്കരുത് എന്ന് സഭ തന്റെ ഔദ്യോഗിക പ്രബോധനം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് പറയുന്നത് കേൾക്കുമ്പം വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്, ഉള്ള വിശ്വാസം പോകരുത്. ദയവായിട്ട് ശരിയായ വിശ്വാസത്തിലേക്ക് വരണം എന്നാണ് ഇതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സ്വകാര്യ വെളിപാടുകൾ ഒന്നും, അവയൊക്കെ വിശ്വാസം നമ്മൾ വളർത്തുന്നതാണ്, നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ടത് കളഞ്ഞിട്ട് ഈ പ്രൈവറ്റ് റെവലേഷൻസിനെ ഉയർത്തിപ്പിടിച്ച് നടക്കരുത് എന്നാണ് ഞാൻ കുറച്ച് കൂടുതൽ ആവേശഭരിതനായിട്ട് സംസാരിച്ചത്. ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ടാവാം, ശ്രദ്ധാപൂർവം കേട്ടില്ലെങ്കിൽ, ആദ്യ അവസാനം കേട്ടില്ലെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെ എപ്പോഴും ബാലൻസ് ചെയ്യാറുണ്ട്. ചില ബാലൻസ് ചെയ്യണ സമയം മാറിപ്പോകും. അതായത് ഒരു എപ്പിസോഡ് മുഴുവൻ എടുത്ത് ഒരു അറ്റം പറഞ്ഞിട്ടാണ് അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ മറുവശം പറയണത്. അപ്പൊ അതിന്റെ ആദ്യ ഭാഗം മാത്രം കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ പൂർണ്ണതയിൽ കേൾക്കണം. എപ്പോഴും 2 വശവും പറയാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്നിട്ട് അതിന്റെ ശരിയായ വശത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകാനും ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇപ്പൊ ഈ വെളിപാടുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ചോദ്യം വന്നായിരുന്നേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ വന്ന ഒരു പുസ്തകമായിരുന്നു ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന് പറഞ്ഞേ. ഞാൻ വാങ്ങിയില്ല, പക്ഷെ അത് വളരെ അതിൻ്റെ ഡെയിലി വായിച്ചാൽ ഒരുപാട് മെസ്സേജസ് നമുക്ക് കിട്ടും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടേ. അപ്പൊ അതിന്റെ സോഴ്സ് ചോദിച്ചപ്പോൾ എനിക്കൊരു പ്രോപ്പറായിട്ട് കിട്ടിയില്ല. ഇപ്പൊ കത്തോലിക്ക സഭ അംഗീകരിച്ച പുസ്തകമാണോ അത് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പ്രൊസീഡ് ചെയ്തില്ല. അത് എന്താന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അതാണ് ശരിയായ നിലപാട്.
അതാണ് ശരിയായ നിലപാട്. അതായത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി പ്രചരിപ്പിക്കും. അതിനകത്ത് ദർശനങ്ങൾ കിട്ടുന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കൗതുകമാകും. അതിനകത്ത് മെസ്സേജസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര ദ മെസ്സേജ് അത് ഗോസ്പൽസ് ആണ്, സഭയുടെ പ്രബോധനമാണ്. അത് മുഴുവനും കഴിഞ്ഞാൽ നമുക്കിത് തുടങ്ങാം. അതിനകത്തൊരു കുഴപ്പമില്ല. അത് മുഴുവനും കഴിഞ്ഞാൽ തുടങ്ങാം. അതുവരെ ഇതിനെ ഗൗരവമായി പരിഗണിക്കേണ്ട എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനെയാണ് ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. ബേസിക് ആയിട്ട് ആദ്യം അറിയേണ്ടത് അറിയാതെ രണ്ടാമത് മാത്രം അറിയേണ്ടവയെ കുറിച്ച് പറയുന്നത് ഉചിതമല്ലല്ലോ. ഓക്കെ, നല്ല പരിജ്ഞാനമുള്ള ആളുകൾക്ക് അതൊക്കെ ചുമ്മാ വായിക്കുകയൊക്കെ ചെയ്യാം എന്നല്ലാതെ, ഇനി മാത്രമല്ല അത് വായിക്കുമ്പോൾ നമുക്ക് ശകലമൊക്കെ ഒരു പക്ഷെ അത് വായിക്കാനോടെയുള്ള സമയം നമുക്ക് ഏറ്റവും അതിനേക്കാൾ പ്രധാനപ്പെട്ടതായവ വായിക്കാൻ ഉപയോഗിച്ചുകൂടെ? ഈ കമ്പാരിസൺ ആണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് മുഴുവൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കകത്തൊക്കെ അവ പ്രചരിപ്പിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗൗരവം എടുത്ത് പ്രചരിപ്പിക്കേണ്ടവയുണ്ടല്ലോ, അവയെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു ആശങ്ക ഭയങ്കരമായിട്ടുണ്ട്. ഇനി രണ്ടാമത്, അങ്ങനത്തെ സന്ദേശങ്ങൾ കൃത്യമായ മോഡറേഷൻ ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ സഹായം കൂടാതെ നേരിട്ട് ഉപയോഗിക്കുന്നതും പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെയാണ് അവയെ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ ഞാൻ സംസാരിച്ചത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശോയെ, ദൈവിക കാര്യങ്ങൾ അറിയാനും അങ്ങയുടെ വിശ്വാസത്തിൽ ശക്തമായി വളരാനും അവിടുന്ന് നൽകുന്ന സ്നേഹത്തിനും കൃപയ്ക്കും നന്ദി പറയുന്നു. നല്ല ദൈവമേ, വിശ്വാസ രഹസ്യങ്ങൾ ആഴത്തിൽ അറിയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അത് സഭയിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധ സഭയുടെ ഹൃദയത്തിന് അനുയോജ്യരായ സമീപസ്ഥരായ വ്യക്തികളായിട്ട് മാറും. കർത്താവെ, അങ്ങയുടെ സൃഷ്ടി വിവരണത്തെക്കുറിച്ച് പഠിച്ച സമയത്തും തുടർന്ന് ഞങ്ങൾ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്തുമൊക്കെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ വിശ്വാസ തീവ്രതയുടെ തീക്ഷ്ണതയുടെ ജ്വലനം എപ്പോഴും നിലനിൽക്കാൻ ഇടവരുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.